തുടങ്ങാം അല്ലേ? നാരായണ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാനാതീതഗുണാകര സുമനസാമഗ്രേസര ശ്രീപദി ധ്യാനാവസ്ഥിതമാനസ പരിണത പ്രജ്ഞ പ്രകൃഷ്ടാശയ നാനാശാസ്ത്ര വിശാരദ പ്രണിപതൽ ഭക്തവ്രജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും. വാഗീശാദ്യാസു മനസാം സർവാർത്ഥാനാമുപക്രമേയം നത്വാ കൃതകൃത്യാ സ്യുസ്തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദദാനാ ഹസ്തേനൈകേന പദ്മം സ്ഥിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ജന്മാദ്യസ്യേതോന്വയാദിതരതച്ഛാർത്തേഷു അഭിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്തൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മ പ്രോജ്ജിതകൈതഗോത്ര പരമോ നിർമ്മസ്തരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷഭിത്തക്ഷണാ
നിഗമകൽപ്പതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയത് യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതര ആജുഭാവാ പുത്രേതി തന്മയതയാതര ഭൂമിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകമധ്യാത്മദീപമതിഥിരീർഷതം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാം തന്ന വിദുഃ സുരാസുരഗണ ദേവായ തസ്മൈ നമഃ കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഭൂതേർമഹദ്ഭിര്യൈമാ പുരോ വിഭുർനിർമായശേത യദമോഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സ്വരം വിശിഷ്ട ഭഗവാൻ വജംസി മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപദേ. ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണായ നമോ നമഃ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തില് ഭാഗവത ധർമ്മങ്ങളെ കുറിച്ച് നിമി ചക്രവർത്തിക്ക് നവയോഗികൾ ഉപദേശം കൊടുക്കുകയാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ചൊക്കെ അറിയണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ നിമി മഹാരാജാവിന് ദ്രുമിളൻ എന്ന യോഗീശ്വരൻ ഭഗവത് അവതാരങ്ങളെ കുറിച്ചൊക്കെ വർണ്ണിച്ചു കൊടുത്തു എന്നാണ്. ഭഗവാന്റെ അവതാരങ്ങള് അനന്തങ്ങളാണ്. അത് മുഴുവൻ വർണ്ണിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ്. എത്രയൊക്കെ വർണ്ണിച്ചാലും അവസാനിക്കാത്ത തരത്തിൽ അസംഖ്യങ്ങളാണ് ഭഗവാന്റെ അവതാരങ്ങള്. പ്രഥമസ്കന്ധത്തില് ഭഗവത് അവതാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ 23 അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം പറയുന്നത് അവതാരാഹ്യസംഖ്യേയ എന്നാണ്. അസംഖ്യങ്ങളാണ്. ഒരു ജലാശയത്തിന് ഏതൊക്കെ എത്ര അതായത് എത്ര ഭാവത്തിലുള്ള ഉറവകളുണ്ടോ ഇതുപോലെയാണ് പ്രപഞ്ചത്തിൽ കാണുന്ന സകല ചരാചരങ്ങളും ഭഗവത് അവതാരം തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിലെ മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല. മൊത്ത പരതരം നാസ്തി. അപ്പൊ ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഈ ലോകത്ത് അപ്പൊ എല്ലാം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതും ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള സകലതും ഭഗവത് അവതാരം തന്നെയാണ്. ഭഗവാന്റെ മഹിമ കൊണ്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോ പ്രപഞ്ചത്തിൽ കാണുന്ന ഒരു മൺതരിയിൽ പോലും നമുക്ക് ആ ഈശ്വരന്റെ ഭാവത്തെ കാണാൻ പറ്റും. അപ്പൊ അതുപോലും ഭഗവത് അവതാരം തന്നെയാണ്. ഭഗവാന്റെ ആ പ്രഭാവം ഇല്ലാത്തതായിട്ടുള്ള ഒരു ദിക്കും ഇല്ല എന്ന് കാണിച്ചു തരികയാണ്. അപ്പൊ എല്ലായിടത്തും ഭഗവാൻ തന്നെ സർവം ഖല്ലിതം ബ്രഹ്മ ആ ഒരു ഭാവത്തിലേക്ക് നമ്മളെ ഉയർത്തുകയാണ്. എല്ലാം ഈശ്വര സ്വരൂപങ്ങളാണ് എന്ന് ബോധിച്ചിട്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭേദബുദ്ധി ഉണ്ടാവില്ല. ആ ഭേദബുദ്ധി എന്നേക്കുമായിട്ട് ഇല്ലാണ്ടാവും. സർവത്ര സർവേശ്വര ദൃഷ്ടി നമുക്ക് മിഴിക്കാനായിക്കൊണ്ട് കഴിയും. അങ്ങനെ ജീവൻ ഈശ്വരപരമായിട്ടുള്ള ഭാവത്തിലേക്ക്, ഈശ്വര ഭാവത്തിലേക്ക് അത്രയും വിശാലമായിട്ടുള്ള രീതിയിൽ മനസ്സിനെ വികസിപ്പിച്ചിട്ട് കാണുന്നതൊക്കെ യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ, യാതെന്നതൊക്കെ ഹരി നാരായണായ നമഃ. അങ്ങനെ മനസ്സിനെ ശുദ്ധീകരിക്കാനായിക്കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ലക്ഷ്യത്തെ പ്രാപിക്കാനായിക്കൊണ്ട് പറ്റും എന്ന് കാണിച്ചു തരികയാണ് ഈ അവതാരങ്ങളെ കുറിച്ചിട്ടുള്ള വർണ്ണനയിലൂടെ ആ ദ്രുമിള യോഗീശ്വരൻ എന്നാണ്. അപ്പൊ ഭഗവാന്റെ കഴിഞ്ഞ അവതാരങ്ങൾ, അതിന്റെ ലക്ഷ്യങ്ങള്, ഇപ്പോ അതുപോലെ തന്നെ ഇനി വരാനുള്ള അവതാരങ്ങള്, ആ ഇനി വരാനിരിക്കുന്ന അവതാരങ്ങളുടെ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെയും ഇവിടെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇനി അത് എത്ര പറഞ്ഞാലും അവസാനിക്കാത്തതാണ് ഭഗവാന്റെ
അവതാരങ്ങളെ കുറിച്ചിട്ട് എന്നും പറഞ്ഞിട്ടാണ് ഇതിനെ അവസാനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഭഗവാന്റെ, അതായത് ഈശ്വര വിമുഖന്മാരായിട്ട് ഇരിക്കുന്ന ആളുകളുടെ ഗതി എന്താണെന്നാണ് അടുത്ത ചോദ്യം. അതായത് നമുക്ക് മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നത് ഈശ്വരപ്രാപ്തിയാകുന്ന ലക്ഷ്യത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോന്നിനും ഓരോ ലക്ഷ്യമുണ്ടല്ലോ. അതുപോലെ മനുഷ്യ ശരീരത്തിന്റെ ലക്ഷ്യം ഈശ്വരനെ അറിയലാണ്. അങ്ങനെ ഈശ്വരനെ അറിഞ്ഞ് ആ ഈശ്വരാംശമായിട്ടുള്ള ജീവൻ ഈശ്വരീയമായിട്ടുള്ള ഭാവത്തെ പ്രാപിച്ച് ആ ജീവഭാവത്തെ വിട്ട് ആത്മഭാവത്തെ പ്രാപിച്ച് മുക്തിയെ നേടുക. അതിനു വേണ്ടിയിട്ടാണ് ഈ മനുഷ്യജന്മം. അപ്പൊ അങ്ങനെ ഈശ്വരപ്രാപ്തിക്കായിട്ട് കിട്ടിയതായിട്ടുള്ള ഈ മനുഷ്യജന്മത്തെ ഈശ്വരനെ ഭജിക്കാതെ കണ്ട് ഈ ലോകത്തിലുള്ള അനുഭവങ്ങളുടെ പിന്നാലെ നടന്ന് അതിനെ പാഴാക്കി കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണ്? ഈശ്വരനെ ഭജിക്കാത്ത ആളുകളെ സംബന്ധിച്ച് അവരുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല. അവർക്ക് ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ ഇന്ദ്രിയ ജയം ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ ഗതി എന്തായിരിക്കും? അവരെ കൂടെ ഈശ്വരപരമായിട്ടുള്ള ഭാവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പോ അങ്ങനെയുള്ള ആളുകളുടെ, ഈശ്വരനെ ഭജിക്കാത്ത ഈശ്വര വിമുഖന്മാരുടെ ഗതി എന്താണെന്നാണ് പിന്നെ ആ നിമി മഹാരാജാവ് ആ യോഗികളോട് ചോദിക്കുന്നത്. അതിന് മറുപടി പറയുകയാണ്, ഭഗവന്തം ഹരിംപ്രായോ ന ഭജന്തി ആത്മവിത്തമാഹ തേഷാം അശാന്തകാമാനാം കാമിഷ്ടാവിജിതാത്മനാം. ഇവിടെ രാജാവ് ചോദിക്കുകയാണ്, അല്ലയോ ബ്രഹ്മവിത്തമനായിട്ടുള്ള മഹർഷേ, പ്രായേണ ഭഗവാനായിട്ടുള്ള ഹരിയെ ജനങ്ങളെ ഭജിക്കണില്ല, മനസ്സിനെ സ്വാധീനപ്പെടുത്താതെയും മനസ്സിനെ നിയന്ത്രിക്കാതെയും കാമാദി വൃത്തികൾ അവസാനിക്കാതെയും ഇരിക്കുന്ന അവരുടെ സ്ഥിതി എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഇനി ദ്രുമിളൻ എന്ന യോഗീശ്വരൻ, അതായത് ചമസൻ എന്ന യോഗീശ്വരനാണ് അതിന് മറുപടി പറയുന്നത് എന്നാണ്. ഈശ്വരന് ഭക്തിയോ വിശ്വാസം, അതായത് ഈശ്വരനെ ഭജിക്കാനായിട്ട് കിട്ടിയിട്ടുള്ള മനുഷ്യജന്മം, അതിൽ ഈശ്വരനിലെ വിശ്വാസമോ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളോ ഇല്ലെങ്കിൽ പിന്നെ അയാളെ സംബന്ധിച്ച് ഈ പ്രാപഞ്ചിക ഭാവങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, സംസാരധർമ്മം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഏത് കർമ്മങ്ങളും ഈശ്വരനോട് കൂട്ടി തൊടാതെ ഇരിക്കുന്ന അത്രത്തോളം കാലം അത് ഭൗതികമായിട്ട് സംസാര ഭാവത്തിൽ മാത്രമേ നിൽക്കുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ആ സംസാരത്തെ വിപുലമാക്കുകയും ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ ഏത് കർമ്മം ചെയ്യുമ്പോഴുന്ന സമയത്തും അതിൽ ഈശ്വര ഭാവത്തിൽ, അതായത് ഈശ്വരൻ സന്തോഷിക്കണേ എന്ന ഭാവത്തിൽ, ഇപ്പൊ നേരത്തെ അതാണല്ലോ പറഞ്ഞത്, ഭാഗവത ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ചെയ്യുന്ന സകല കർമ്മങ്ങളും ഭഗവത് പ്രീതിക്കായി തീരണം എന്ന ഭാവത്തിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് അയാൾക്ക് ജീവിത ലക്ഷ്യത്തെ പ്രാപിക്കാൻ പറ്റും. ഈ കർമ്മത്തിന്റെ ഫലവും ശരിക്കും അനുഭവിക്കാൻ പറ്റും. എല്ലാ കർമ്മങ്ങളുടെയും ഫലം എന്താണ്? ഈശ്വര സന്തോഷം. തൽക്കർമ്മ താനി, അതായത് പ്രജേതസ്സുകൾക്ക് ഉപദേശം കൊടുക്കുമ്പോൾ ഈ കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. അതായത് ആയുസ്, അതുപോലെ തന്നെ കർമ്മം, ഇതൊക്കെ ഭഗവാനെ സേവിക്കാൻ വേണ്ടി ഉപയോഗിച്ചാലേ അത് ശരിയായിട്ടുള്ള ഫലത്തെ, പ്രയോജനത്തെ തരുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ഏത് കർമ്മം ചെയ്യുകയാണെന്ന് വെച്ചാലും അത് ഈശ്വരഭാവത്തിൽ, ഈശ്വരന്റെ പ്രഭാവം അല്ലെങ്കിൽ ഈശ്വരനോട് കൂടി യോജിപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ അതൊക്കെ ചെയ്യാൻ. അങ്ങനെ ഈശ്വരനെ ഓർക്കാതെ കണ്ട് അല്ലെങ്കിൽ ഈശ്വരഭാവം ഇല്ലാതെ കണ്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ആ ജീവനെ ഇരട്ടി ദുഃഖത്തെയേ കൊടുക്കുള്ളൂ. ആ കർമ്മത്തിന്റെ ഫലമൊന്നും ശരിക്കും അനുഭവിക്കാനും പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? ഈശ്വരനെ ഓർക്കാൻ ആ ജീവന്മാർക്ക് കഴിയുന്നില്ല. അവർക്ക് ഈ സംസാരത്തോടാണ് കൂടുതലും ഭ്രമം. അപ്പൊ ഈ സംസാരത്തെ വിടാൻ മടിയാണ്. ഈശ്വരനെ നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കുമ്പോൾ നമ്മളിൽ നിന്ന് സംസാരം പതുക്കെ അകന്നു പോകും. പക്ഷെ ഈ സംസാരത്തെ ഉപേക്ഷിക്കാൻ മടിയുള്ള പ്രാകൃതന്മാരാണ് അങ്ങനെ ജീവിക്കുന്നത്. അവരവരുടെ ജീവിതവും പ്രവൃത്തിയും ഒക്കെ ശരിയാണ് എന്നും അത് മാത്രമാണ് ശരി എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വേദത്തിൽ പറഞ്ഞ കാര്യങ്ങളെ പോലും തെറ്റായിട്ട് വ്യാഖ്യാനിക്കും അവര്.
അവസാനമില്ലാതെ അനേകം ആ മറ്റുള്ളവരെ ബോധിപ്പിക്കാനായിട്ട് പല ഗൂഢധർമ്മങ്ങളും അവർ ചെയ്യും. അല്ലെ, നേരത്തെ കപിലോപദേശത്തിൽ പറഞ്ഞതാണ്, ജീവന്റെ ഗതി വർണ്ണിക്കുമ്പോ ഗൃഹേഷു ഗൂഢധർമ്മേഷു, ആ വീട്ടിലെ ഗൃഹസ്ഥധർമ്മങ്ങള് പല ഗൂഢധർമ്മല്ലേ നമ്മൾ ചെയ്യുന്ന. നമ്മുടെ ജീവിതം തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കൂ. നമ്മള് ആ ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്യുന്ന ഒരു 90% കർമ്മങ്ങളും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെയൊക്കെയാണ് ഗൂഢധർമ്മങ്ങൾ എന്ന് പറയുക. അങ്ങനെ ഗൂഢധർമ്മങ്ങളും ഒക്കെ ചെയ്ത് ആ ദുരിതങ്ങളുടെ വളനിലമായിട്ടുള്ള ഗൃഹം അല്ലെങ്കിൽ ഗാർഹസ്ഥ്യ ജീവിതം, അവിടെ എത്ര ദുരിതങ്ങളാണ് എന്ന് കണ്ടാൽ അത് ദുരിതമാണ് എന്ന് പറയില്ല അവര്. അത് ശ്രേഷ്ഠമാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് കാണിപ്പിക്കുന്നതാണ്. എന്നിട്ട് അങ്ങനെയൊക്കെ ജീവിച്ചാലാണ് കേമനാവുക, അവർക്കാണ് മുക്തി കിട്ടുക എന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം എന്താണ്? അവർക്ക് ഈ ലോകത്തുള്ള പദാർത്ഥങ്ങളെ വിടാൻ വയ്യ. വാസ്തവത്തിൽ ഇതിനെയൊക്കെ വിടുമ്പോഴാണ് നമുക്ക് ഈശ്വരപ്രാപ്തിയാവുന്ന ലക്ഷ്യത്തെ പൂർണ്ണമായിട്ട് അനുഭവിക്കാനായി കൊണ്ട് കഴിയുക. അപ്പൊ ഇവിടെ അവരതിനെയൊക്കെ അവര് ചെയ്യുന്നതൊക്കെ ശരിയാണ്. അതായത് യജ്ഞങ്ങളിലെ ഹിംസ, അതുപോലെ തന്നെ മദ്യപാനം, മാംസഭക്ഷണം, ഇതൊക്കെ യജ്ഞങ്ങളിൽ വിധിച്ചതാണ്. യജ്ഞങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ് വേണ്ടത്, വേദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ് വേണ്ടത് എന്നൊക്കെ അവർ പറയും. വാസ്തവത്തില് ആ വേദങ്ങളുടെയൊക്കെ സമ്പ്രദായം പ്രവൃത്തിയല്ല നിവൃത്തിയാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിവർത്തിക്കുന്നതിന് പകരം അവര് ഈ പ്രവൃത്തിയിൽ തന്നെ അതായത് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ അനുസ്മരിച്ചതുപോലെ വിവാഹം, യജ്ഞം, അതുപോലെ തന്നെ സൗത്രാമണി യാഗം, ഈ 3 ധർമ്മങ്ങളിലൂടെ ആ മനുഷ്യനെ അധപ്പതിപ്പിക്കുന്നതായിട്ടുള്ള, ആ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പിക്കുന്നതായിട്ടുള്ള ആ സ്ത്രീകളിലുള്ള ആസക്തിയെയും, മാംസഭക്ഷണത്തിലുള്ള ആസക്തിയെയും, മദ്യപാനം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തെയും ഇല്ലാണ്ടാക്കാൻ അതിനൊരു അടക്കം വെച്ചിരിക്കുകയാണ്. ഒഴിവുകഴിവായിട്ട് പറഞ്ഞതാണ് വേദത്തില് വിവാഹം, യജ്ഞവും അതുപോലെ സൗത്രാമണി എന്ന യാഗവും ഒക്കെ. അപ്പൊ അത് ആ നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം ചെയ്ത് പിന്നീട് അത് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തുക. ഒരാൾക്കിപ്പോ ആ ദ്വന്ദ്വധർമ്മം കൂടിയേ കഴിയൂ എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ വിവാഹത്തിൽ കൂടെ, മാംസം ഭക്ഷിക്കാതെ വയ്യ എന്നായ യാഗം നടത്തിയിട്ട്, അങ്ങനെ തന്നെ ആ മദ്യപാനം കൂടാതെ കഴിയില്ല എന്ന് വെച്ചാൽ സഹസ്രാമണി യാഗം നടത്തി ദേവന്മാർക്ക് ആ നിവേദിച്ചിട്ട് അവരുടെ പ്രസാദമായിട്ട്. ഇത് വേദത്തിന്റെ അഭിപ്രായത്തെ വിധിയായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. ആ വേദം ഒരു ഒഴിവ് കഴിവായിട്ട് കൽപ്പിച്ചതിനെ നമ്മൾ വിധിയായിട്ട്, അല്ലെങ്കിൽ പ്രാകൃതന്മാര് വിധിയായിട്ട് വ്യാഖ്യാനിക്കും. അപ്പൊ അങ്ങനെ അവര് ആ ഭാവത്തില് ഈശ്വരനെ മറന്നുകൊണ്ടാണ് അവരുടെ ജീവിതം. അങ്ങനെയുള്ള ആളുകളുടെ സ്ഥിതി എന്താണെന്നാണ് അവിടെ ചോദിച്ചത്. അപ്പൊ അതിന് മറുപടി പറഞ്ഞു, ചമസയോഗീശ്വരൻ മുഖ ബാഹൂരുപാദേഭ്യ പുരുഷസ്യാശ്രമൈ സഹ ചത്വാരോ രജ്ഞിരേ വർണ്ണ ഗുണേ വിപ്രാതയ പൃഥക്. അതായത് വിരാട് പുരുഷനായിട്ടുള്ള ഭഗവാന്റെ മുഖത്ത് നിന്ന് ആ ബ്രാഹ്മണരും, കൈകളിൽ നിന്ന് അതുപോലെ ആ ക്ഷത്രിയന്മാരും, അത് തുടകളിൽ നിന്ന് വൈശ്യരും, കാലടികളിൽ നിന്ന് ശൂദ്രരും ഉണ്ടായി. ഇവരെയൊക്കെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഗുണത്തിനനുസരിച്ചിട്ടാണ് വർണ്ണം എന്നാണ് ശാസ്ത്രം പറയുക. ബ്രാഹ്മണരെ സംബന്ധിച്ച് സത്വഗുണ പ്രധാനികളാണ് ബ്രാഹ്മണര്. അപ്പൊ സത്വഗുണം ആരിലുണ്ട് അവരെയൊക്കെ ബ്രാഹ്മണ ഭാവത്തിൽ നമ്മൾ കാണണം എന്നർത്ഥം. ശമം, ദമം, തിതിക്ഷ, ഇതൊക്കെയാണ് സത്വഗുണത്തിന്റെ ലക്ഷണങ്ങള്. സത്വഗുണത്തിനും രജോ ഗുണത്തിനും തുല്യ പ്രാധാന്യമുള്ള ആളുകളാണ് ക്ഷത്രിയന്മാര്. രജോ ഗുണത്തിനും തമോ ഗുണത്തിനും പ്രാബല്യമുള്ള ആളുകളാണ് വൈശ്യര്. തമോ ഗുണം മാത്രമായിട്ട് തമോ ഗുണപ്രധാനികളാണ് ശൂദ്രര്. അങ്ങനെ ആ വിരാട് സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നാണ് ബ്രഹ്മചര്യാശ്രമം. 4 ആശ്രമം, 4 വർണ്ണം. അതില് ബ്രഹ്മചര്യാശ്രമം ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നും, അരക്കെട്ടിൽ നിന്ന് ഗൃഹസ്ഥാശ്രമവും, മാറിടത്തിൽ നിന്ന് വാനപ്രസ്ഥവും, ശിരസിൽ നിന്ന് സന്യാസാശ്രമവും ഉണ്ടായി. 4 വർണ്ണങ്ങളിലും ആശ്രമങ്ങളിലും പെട്ടവരുടെ ധർമ്മവും ഉണ്ടായി. അപ്പൊ ഈ വർണ്ണങ്ങളിലും ആശ്രമത്തിലും പെട്ടവര് തങ്ങളുടെ ഉൽപ്പത്തിക്ക് ആശ്രയമായിട്ടുള്ള ഭഗവാനെ ആ വർണ്ണധർമ്മങ്ങളെ കൊണ്ടും ആശ്രമധർമ്മങ്ങളെ കൊണ്ടും ആരാധിക്കണം. അപ്പൊ നമ്മുടെയൊക്കെ ഉത്ഭവം എവിടെ? ഈശ്വരൻ. അപ്പൊ ഈശ്വരനെ നമ്മൾക്ക് വിധിച്ച ധർമ്മങ്ങളിലൂടെ, അപ്പൊ നമ്മൾ ഓരോ ധർമ്മം, ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മങ്ങളിലൂടെ
നമ്മുടെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ഈശ്വരനെ ആരാധിച്ച് സന്തോഷിപ്പിക്കുകയാണ്. ആ ഈശ്വര സന്തോഷം കൊണ്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തെ പ്രാപിക്കാൻ കഴിയും. അപ്പൊ സ്വന്തം വർണ്ണാശ്രമ ധർമ്മങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നില്ലെങ്കിൽ അതത് വർണ്ണങ്ങളിൽ നിന്നും ആശ്രമങ്ങളിൽ നിന്നും ഭ്രഷ്ടരായിട്ട് അധപ്പതിക്കും അവര്. അങ്ങനെ അധപ്പതിക്കാൻ പാടില്ല. വർണ്ണാശ്രമ ധർമ്മങ്ങളെ കൊണ്ട് അതിൻ്റെയൊക്കെ എല്ലാറ്റിനും അടിസ്ഥാനമായിട്ടുള്ള ഭഗവാനെ സേവിച്ച് സന്തോഷിപ്പിച്ച് മുക്തരാവുകയാണ് വേണ്ടത്. അപ്പൊ അതാണ് ചെയ്യേണ്ടത്. ഈ തമോ ഗുണ പ്രധാനികളായതുകൊണ്ട് വേദം പഠിക്കാനും ഉപനയനത്തിനും അർഹതയില്ലാത്തത് കൊണ്ട് ശ്രേയസ് എന്താണെന്ന് അറിയാതെ ജീവിക്കുന്ന ആളുകളാണ് ശൂദ്രന്മാരും സ്ത്രീകൾ. അങ്ങനെയുള്ള ആ പാവങ്ങളിൽ കാരുണ്യം തോന്നിയിട്ട് അവർക്ക് ഈശ്വര ഭജനത്തിന്റെ ആവശ്യകതയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അങ്ങേപ്പോലുള്ളവർ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ വേദം, അതായത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ഈ 3 കൂട്ടർക്കും ഉപനയന സംസ്കാരമുണ്ട്. അപ്പൊ വേദം പഠിക്കാനും ഉപനയന സംസ്കാരത്തിനും അർഹത ഉണ്ടായിട്ട് കൂടി ഭക്തിയെ നിഷേധിച്ചിട്ട് വേദത്തിലെ കർമ്മങ്ങളെ വേദത്തിലെ കർമ്മങ്ങളെ ഫലകാംക്ഷയോട് കൂടിയിട്ട് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന, വൈദിക കർമ്മങ്ങൾ ചെയ്ത് സ്വർഗലോക സുഖങ്ങളെ സമ്പാദിക്കലാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് തെറ്റിദ്ധരിച്ച് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഈ കർമ്മടന്മാരുണ്ടല്ലോ, അവരെ ആര് പറഞ്ഞാലും നേരെയാക്കാം, ആര് വിചാരിച്ചാലും നേരെയാക്കാനൊന്നും കഴിയില്ല എന്നാണ്. രജോ ഗുണപ്രധാനികളായി, വിഷയാസക്തന്മാരായി, അത്യന്തം ക്രോധികളായിട്ട്, ശരിക്കും ധാർമ്മികന്മാരായിട്ട് നടിക്കുന്ന അവര് ഭക്തന്മാരെ പരിഹസിക്കും. സമ്പത്ത്, ഐശ്വര്യം, അതുപോലെ ശ്രേഷ്ഠ കുലത്തിലെ ജനനം, വിദ്യ, ത്യാഗം, സൗന്ദര്യം, ശരീരഫലം, വൈദിക കർമാചരണം ഇവയൊക്കെ അവർക്ക് അഹങ്കാരം വർദ്ധിപ്പിക്കാൻ മാത്രം കാരണമായിട്ട് തീരുകയാണ്. അവര് ശരിക്ക് വേദങ്ങളുടെ താല്പര്യം കർമ്മമാണ് എന്ന് തെറ്റിദ്ധരിച്ച് അവര് ഭഗവാനെയും ഭക്തന്മാരെയും അപമാനിക്കും. കർമ്മം കൊണ്ട് ഫലം കിട്ടും എന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ ഫലം കിട്ടും എന്ന് പറയുമ്പോൾ ഈശ്വരനെ ആശ്രയിക്കേണ്ട ആവശ്യം എന്താണെന്നാണ് അവരുടെ ചോദ്യം. വേദങ്ങളിൽ പ്രതിപാദിക്കുന്നത് എല്ലാ ജീവജാലങ്ങളിലും എപ്പോഴും ആകാശം പോലെ നിറഞ്ഞു വളങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മസ്വരൂപനായിട്ടുള്ള ഈശ്വരനെയാണ് വേദങ്ങളിൽ പ്രതിപാദിക്കുന്നത്. അത് അറിയുകയോ അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുകയോ പോലും ചെയ്യാതെ സംസാരത്തിൽ നിന്ന് ജീവനെ നിവർത്തിപ്പിക്കാനുള്ള വേദവാക്യങ്ങളെ വെറും പ്രവൃത്തിപരമായിട്ട് ധരിക്കുകയും പറയുകയും ചെയ്തുകൊണ്ട് അവര് ശരിക്കും വിഷയാസക്തന്മാരായിട്ട് കഴിയുകയാണ്. ഇവിടെ ജീവന്മാർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന മദ്യപാനം, മാംസഭക്ഷണം, സ്ത്രീ സംസർഗം, ഈ 3 തരത്തിലുള്ള ആസക്തികള് ആത്മസാക്ഷാത്കാരത്തിന് അത്യന്തം തടസ്സങ്ങളായിട്ടാണ് പറയുക. അവയിൽ നിന്ന് ക്രമേണ നിവർത്തിപ്പിക്കാനാണ് ആ വേദത്തിന്റെ സൗത്രാമണി യാഗം, യജ്ഞം, വിവാഹം ഇതിനെയൊക്കെ വിധിച്ചിരിക്കുന്നത്. മദ്യപാനത്തിന് ആസക്തി തോന്നുകയാണെങ്കിൽ സൗത്രാമണി യാഗം ചെയ്ത് അതിലെ സോമം മാത്രം പാനം ചെയ്യൂ. മാംസഭക്ഷണം ഒഴിവാക്കാൻ വയ്യെങ്കിൽ യജ്ഞം ചെയ്ത് അതിലെ മൃഗത്തിന്റെ മാംസം മാത്രം ഭക്ഷിക്കൂ. നമുക്കിവിടെ ശരിക്ക് അവിടെ മൃഗത്തെ കൊല്ലാനൊന്നും പറയുന്നില്ല, ആലഭനം എന്നൊക്കെയാണ് അവിടെ പറയുക, അല്ലാണ്ട് അവിടെ കൊല്ലലല്ല എന്നാണ്. അപ്പൊ ഇവിടെ ആ തരത്തില് സൗത്രാമണി യാഗം നടത്തുക, അതായത് മാംസഭക്ഷണം ഒഴിവാക്കാൻ വയ്യെങ്കിൽ യജ്ഞം ചെയ്ത് അതിലെ മൃഗത്തിന്റെ മാംസം ഭക്ഷിക്കുക. സ്ത്രീയിലുള്ള അത്യാസക്തി ഉപേക്ഷിക്കാൻ വയ്യെങ്കിൽ വിവാഹം ചെയ്ത് സ്വന്തം പത്നിയിൽ മാത്രം ആസക്തി ഒതുക്കി നിർത്തി അതിനെ നശിപ്പിക്കുക. അപ്പൊ മദ്യപാനം, മാംസഭക്ഷണം, സ്ത്രീസക്തി ഇവയിൽ നിന്ന് നിവർത്തിപ്പിക്കലാണ് വേദത്തിന്റെ ഉദ്ദേശം. അതൊന്നും മനസ്സിലാക്കാതെ മറ്റു ശരീരങ്ങളിലൊക്കെ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ദേഷിച്ചും സ്വന്തം ശരീരത്തിൽ അഭിമാനം വളർത്തിയും കഴിയുന്ന ആളുകള് അധപ്പതിക്കും. യാഗത്തിന് എന്ന പേരില് മൃഗങ്ങളെയൊക്കെ കൊല്ലുന്ന ആളുകളെ, അവര് മരിച്ചു കഴിഞ്ഞാൽ ആ മൃഗങ്ങൾ തന്നെ മറ്റൊരു സ്വരൂപം സ്വീകരിച്ചു വന്ന് അവനെ നശിപ്പിക്കും, പിടിച്ചു തിന്നും. ആ പുരഞ്ജനോപാഖ്യാനത്തില് ശ്രീനാരദ മഹർഷി പ്രാചീന പരിഗസിന് രൗരവം എന്നുള്ള നരകം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതില് ഒരുപാട് രുരുക്കള് പ്രാചീന പരിഗസിനെ നോക്കിയിട്ട് ആക്രോശിക്കുകയാണ്. അപ്പൊ പ്രാചീന പരിഗസ് ചോദിക്കേണ്ടത് എന്താണ്? അങ്ങ് യാഗത്തില് ഹിംസിച്ച മൃഗങ്ങളാണ് അങ്ങയെ പിടിച്ചു തിന്നാനായിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കുന്നത് എന്നാണ്. ഒന്നാലോചിച്ച് നോക്കൂ. അപ്പൊ പിന്നെ യാഗം കൊണ്ട് കിട്ടുന്ന അനുഭവം എന്താ? അപ്പൊ അതിന്റെ ലക്ഷ്യം മനസ്സിലാക്കിയിട്ടില്ല,
ആ യാഗം എന്തിനാണ് അല്ലെങ്കിൽ യജ്ഞങ്ങൾ എന്തിനാണ് വേദത്തിൽ വിധിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാണ്ട് ആ കർമ്മത്തിൽ തന്നെ പെട്ടത് കൊണ്ടുള്ള അനുഭവമാണ് അദ്ദേഹത്തിന് ഈ വന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഏതിനെയും ഒന്നിനെയും അതായത് നശിപ്പിക്കാനുള്ള അർഹത നമുക്കില്ല. ഈ ശ്രീനാരായണ ഗുരുദേവന്റെ അനുകമ്പ ദശകം എന്ന പേരായിട്ടൊരു കൃതിയുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പീഡ ഉറുമ്പിനും വരുത്തരുത് എന്നാണ് പറയുന്നത്. ഉറുമ്പിനെ പോലും നമ്മൾ നോവിക്കാൻ പാടില്ല എന്നാണ്. കാരണം നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ എത്രത്തോളം അവകാശവും അർഹതയും ആഗ്രഹവും നമുക്കുണ്ടോ അത്രയും ഭാവങ്ങള് ആ ഉറുമ്പിനുണ്ട്. അപ്പൊ ഓരോ ജീവിക്കും അതതിന് ഈ ലോകം അതിനൊക്കെ അവകാശപ്പെട്ടതാണ്, നമുക്ക് മാത്രമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഒന്നിനെയും അഹിംസ പരമോധർമ്മ, പരമമായിട്ട് ധർമ്മം അഹിംസയാണ്. ഒന്നിനെയും നമ്മൾ ഹിംസിക്കാൻ പാടില്ല, മനസ്സുകൊണ്ട് പോലും അങ്ങനൊരു ഭാവം വരരുത് എന്നാണ്. ഈ അറിവില്ലാത്തവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. വേദത്തിന്റെ താല്പര്യം തെറ്റായി ധരിച്ച് അതാണ് ശരി എന്ന് അഭിമാനിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ അവരെ ആര് പറഞ്ഞാലും നേരെയാവില്ല. അവരാണ് ശരിക്കും ആത്മഹത്യക്കാര് എന്നാണ്. കെട്ടിത്തൂങ്ങി ചാവുന്ന ആളുകളെ അല്ല ഇവിടെ പറയണത്. ഇവിടെ ആ മനുഷ്യജന്മം കിട്ടിയിട്ട് ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ വളർത്തി ചിത്തശുദ്ധിയെ ആർജിച്ചിട്ട് ഭഗവാനെ പ്രാപിച്ച് മുക്തന്മാരാകാൻ ശ്രമിക്കാത്ത ഓരോ ആളുകളും ശരിക്കും പറഞ്ഞാല് ആത്മഹത്യക്കാരന്നെയാണ്. അപ്പോ ഇവിടെ അങ്ങനെ ആ കർമ്മങ്ങളിൽ അതായത് ആത്മഹത്യക്കാരാണ്. അപ്പൊ മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നത് ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടിയാണ്. വൈദിക കർമ്മങ്ങളുടെ പ്രയോജനം ചിത്തശുദ്ധി ഉണ്ടാക്കിയിട്ട് മനസ്സിനെ ആത്മാവിനെ അഭിമുഖമാക്കി തീർക്കുകയാണ്. ഈശ്വരാർപ്പണ ബുദ്ധിയോടെ ചെയ്യുന്ന വൈദിക കർമ്മങ്ങൾക്ക് മാത്രമേ മനഃശുദ്ധിക്ക് കാരണമായിട്ട് തീരുള്ളൂ. അതുകൊണ്ട് ഈശ്വരനിൽ നിന്ന് വിമുഖന്മാരായിട്ടുള്ള ആളുകള് ഏതൊക്കെ രൂപത്തിലുള്ള വൈദിക കർമ്മങ്ങൾ ചെയ്താലും വളരെ ക്ലേശിച്ച് സമ്പാദിച്ചതായിട്ടുള്ള വീട്, പുത്രന്മാര്, സ്നേഹിതന്മാര്, സമ്പത്ത് ഇതിനെയൊക്കെ ഈ ലോകത്തിൽ തന്നെ വിട്ടിട്ട് മരണശേഷം ഭയങ്കരമായിട്ടുള്ള അജ്ഞാന അന്ധകാരത്തെ പ്രാപിക്കേണ്ടി വരും. അതിന് യാതൊരു സംശയമില്ല. അപ്പൊ ഈശ്വര വിമുഖന്മാരായിട്ട് ജീവിക്കുന്ന ആളുകളുടെയൊക്കെ സ്ഥിതി എന്താ? ആ ദുഃഖോദർക്കമായിട്ടുള്ള ജീവിതമാണ് എന്നാണ് കാണിച്ചു തരുന്നത് ഇവിടെ ചമസൻ. ഇന്നത്തെക്കാളും ദുഃഖം നാളെ, ഈ മാസത്തെക്കാളും ദുഃഖം അടുത്ത മാസം, ഈ കൊല്ലത്തെക്കാളും ദുഃഖം അടുത്ത കൊല്ലം, ഈ ജന്മത്തെക്കാളും ദുഃഖം അടുത്ത ജന്മം. ഇതാണ് ദുഃഖോദർക്കമായിട്ടുള്ള ജീവിതമാണ് എന്നാണ്. അതെന്തുകൊണ്ടാ ദുഃഖം വരുന്നത്? അത് ഈശ്വരനിൽ ഭക്തി ഇല്ലാത്തത് കൊണ്ട്, ഈശ്വര സ്മരണ ഇല്ലാത്തത് കൊണ്ട്. ഈശ്വരനെ സ്മരിച്ചു കഴിയുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് അവന് സുഖദുഃഖങ്ങളൊന്നുമില്ല. പിന്നെയോ അവന് വരുന്ന അനുഭവങ്ങളൊക്കെ ഭഗവത് പ്രസാദം. അത് സുഖം വന്നാലും ദുഃഖം വന്നാലും ഈശ്വരന്റെ പ്രസാദമായിട്ടേ കാണുള്ളൂ. കർമ്മഫലങ്ങളാണല്ലോ സുഖദുഃഖങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കർമ്മഫലം തരുന്നതാരാ? ഈശ്വരൻ. അപ്പൊ ഈശ്വരനിൽ ഭക്തി വളർത്തിയ ആള് സംബന്ധിച്ച് അയാൾക്ക് കിട്ടണതൊക്കെ ഈശ്വരന്റെ പ്രസാദാണ്. അപ്പൊ എത്ര വലിയ ദുഃഖത്തെയും ഈശ്വരന്റെ പ്രസാദാണ് എന്ന നിലയിൽ നമുക്ക് അനുഭവിക്കാൻ, അതിനെ അനുഭവിച്ചുകൊണ്ട് അതിൽ നിന്ന് മുക്തിയെ പ്രാപിക്കാൻ കഴിയും. എത്ര വലിയ ദുഃഖം വന്നാലും ഈശ്വരനെ ശരണം പ്രാപിച്ച ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഒരു ഭക്തനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ആ ദുഃഖത്തെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് അവന്റെ ഉള്ളിലിരുന്ന് സർവശക്തനായിട്ടുള്ള ഭഗവാൻ കൊടുക്കും. യാതൊരു സംശയമില്ല. ഏത് ദുഃഖം വന്നാൽ അതിന്റെ മുമ്പിൽ പതറില്ല എന്നാണ്. ആ പൂന്താനത്തിന് ആകെക്കൂടെ ഒരു ഉണ്ണി ഉണ്ടായിരുന്നുള്ളൂ. ചോറോട് നിശ്ചയിച്ച സമയത്താണ് ഉണ്ണി മരിക്കുന്നത്. ഈശ്വരന് ഭക്തി ഇല്ലാത്ത നമ്മളെ പോലുള്ള ആളുകളാണെങ്കിൽ നമ്മൾ പേരിന് മാത്രം ഈശ്വരനെ ആശ്രയിക്കുക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള നമ്മളെ പോലുള്ള ആളുകളാണെങ്കിൽ അന്നത്തോട് കൂടിയിട്ട് ഗുരുവായൂരപ്പനുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ വിച്ഛേദിച്ചിട്ടുണ്ടാവും, അല്ലെ? ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്താ നമ്മൾ പറയും? ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ടും ചെയ്തിട്ടും ഗുരുവായൂരപ്പൻ എന്നോട് ഇങ്ങനെയല്ലേ ചെയ്തത് എന്നാണ്. അങ്ങനെ ചോദിച്ചാൽ എന്താ വിചാരിക്കുക? ഗുരുവായൂരപ്പൻ മറ്റുള്ളവരെ ഉപദ്രവിക്കലാണ് പണി എന്നല്ലേ വിചാരിക്കുക? വാസ്തവത്തിൽ ഇതൊക്കെ നമ്മുടെ കർമ്മഫലമായിട്ട് വന്നതാണ്. അതൊരു ഭക്തനെ കൊണ്ട് മാത്രമേ ഇത് എന്റെ കർമ്മഫലാണ്, അപ്പൊ ഈ ഭഗവാൻ തന്നതാണ് കർമ്മത്തിനനുസരിച്ചിട്ടുള്ള ഫലം, അത് ഈ ദുഃഖമായിട്ട് നമുക്ക് അനുഭവിക്കുന്നു. അതിന് എന്റെ ഭഗവാന്റെ പ്രസാദമല്ലേ, അത് ഞാൻ അനുഭവിച്ചോളാം. അപ്പൊ ആ പൂന്താനം എന്താ പറഞ്ഞത്? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി.
ഇതൊരു ഭക്തനെ കൊണ്ടല്ലേ ഈ ഒരു നിലയിലേക്ക് ചിന്തിക്കാൻ പ്രേരണ കൊടുക്കുള്ള. ഒരു ഭക്തനല്ലേ പറ്റുള്ളൂ. സാധാരണ നമ്മളെ പോലുള്ള ആളുകൾ വിചാരിച്ച് അങ്ങനെ പറയുമോ? ഇല്ല. നമ്മൾ ഈശ്വരനെ കുറ്റപ്പെടുത്തുക മാത്രമേ ചെയ്യുള്ളൂ. ഈശ്വരനാണ് അതിനൊക്കെ കാരണം, ഗുരുവായൂരപ്പനാണ് അതിന് കാരണം എന്ന് വരെ നമ്മൾ പറയാൻ മടി കാണിക്കില്ല എന്നാണ്. അത്ര അഹങ്കാരികളാണ് നമ്മൾ എന്നാണ്. അപ്പൊ ആ നിലയില് ആ ഭാവത്തെ ഉപേക്ഷിച്ചിട്ട് ഒക്കെ സർവ്വതും ഈശ്വരനെ സമർപ്പിച്ച് മനസ്സിനെ ശുദ്ധമാക്കി വരുന്ന അനുഭവങ്ങളെയൊക്കെ ഈശ്വരന്റെ പ്രസാദമായിട്ട് എടുക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ്. അല്ലാത്ത ആളുകൾക്ക് ദുഃഖോദർക്കമായിട്ടുള്ള ജീവിതം തന്നെയാണ് ഉണ്ടാവുക. അതിന് യാതൊരു സംശയമില്ല എന്നാണ്. ഏത് തരത്തിലുള്ള ദുഃഖം വന്നാലും ഭക്തനെ സംബന്ധിച്ച് ആ ദുഃഖത്തിന്റെ നടുവിലും ഈശ്വരന്റെ പ്രസാദമാണ് അത് എന്ന് കണ്ടിട്ട് ഈശ്വരനെ കുറിച്ചുള്ള സ്മരണയില് ആ ദുഃഖത്തെയൊക്കെ തരണം ചെയ്യാൻ കഴിയും. കുന്തി ദേവി പറഞ്ഞില്ലേ, കൃഷ്ണ എനിക്ക് വേണ്ടത് എന്താണ്? അതായത് ഇതാ വിപദസന്തുനശ്വൽ തത്ര തത്ര ജഗദ്ഗുരു. അതായത് എന്റെ ജീവിതത്തിൽ അടിക്കടി ആപത്തുകൾ വന്നോട്ടെ എന്നാണ്. എന്താ കാരണം? ഈ ആപത്ത് വരുമ്പോ ആപത്ത് നമ്മളെ ഭഗവാനോട് അടുപ്പിക്കുന്നത് പോലെ സമ്പത്ത് ഒരിക്കലും നമ്മളെ ഭഗവാനോട് അടുപ്പിക്കില്ല. നമ്മൾ ഈ സമ്പത്തിന്റെ പിന്നാലെ നടന്ന ഈശ്വരനെ മറക്കുകയുള്ളൂ. അതാണല്ലോ ഈ കർമ്മങ്ങളുടെയൊക്കെ പിന്നാലെ നടക്കുമ്പോൾ ഉണ്ടാവുന്ന അനുഭവം. അപ്പൊ നമുക്ക് ഈശ്വരനെ ഓർക്കാൻ അവിടെ നിന്നാ സമയം കിട്ടണത്. അപ്പൊ ആപത്ത് വരുമ്പോ അങ്ങനെയല്ല. നമ്മൾ ആപത്ത് വരുന്ന സമയത്ത് ഉള്ളിൽ തട്ടിക്കൊണ്ട് ഭഗവാനെ വിളിക്കും. അപ്പൊ ഭഗവാൻ നമുക്ക് തരുന്ന ആപത്തുകളൊക്കെ നമ്മളെ നന്നാക്കാനും ഭഗവാനെ സ്മരിപ്പിക്കാനും ജീവിതത്തിന്റെ ലക്ഷ്യത്തെ അറിയിക്കാനും വേണ്ടിയിട്ടാണ്. ആ ആപത്തിൽപ്പെട്ട് അല്ലെങ്കിൽ ആ ദുഃഖത്തിൽ ആ ജീവൻ തപിച്ച് 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 ശരിക്ക് ഈ സ്വർണം അഗ്നിയിലിട്ട് ഉരുക്കും തോറും അതിന്റെ മാലിന്യങ്ങൾ നീങ്ങി തനി തങ്കമായിട്ട് തീരുന്നത് പോലെയാണ് ജീവൻ ആ ക്ലേശങ്ങളിൽപ്പെട്ട് ആ തപിച്ച് ആ ജീവന്റെ ആ അശുദ്ധിയൊക്കെ നീങ്ങി നീങ്ങി ശുദ്ധനായിട്ട് തീരുന്നത്. അങ്ങനെ ആപത്ത് വന്ന ആപത്തിൽ ഭഗവാനെ ആശ്രയിക്കുന്ന ഒരു ഭക്തന് പിന്നെ എത്ര വലിയ ആപത്ത് വന്നാലും അവൻ പേടിക്കില്ല, അതിന്റെ മുമ്പിൽ പതറില്ല. അവൻ അതിനുള്ള മനക്കരുത്ത് അവന്റെ ഉള്ളിലിരുന്ന് അവനിൽ അന്ത്യനിയാമിയായിട്ട് പ്രകാശിക്കുന്നതായിട്ടുള്ള ഭഗവാൻ കൊടുക്കും. യാതൊരു സംശയമില്ല അതിന് എന്നാണ്. അപ്പൊ ഈ തരത്തില് ഈശ്വര സ്മരണയോടുകൂടി, കാരണം ഈ 4 വർണ്ണക്കാരും 4 ആശ്രമക്കാരും ഭഗവാനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നതാണെന്നാണല്ലോ നമ്മളിപ്പോ കേട്ടത്. അപ്പൊ അവരുടെ ധർമ്മം എന്താണ്? അവർക്ക് വിധിച്ച ധർമ്മങ്ങളിലൂടെ അവരുടെ ഉത്ഭവത്തിന് കാരണമായിട്ടുള്ള ഈശ്വരനെ പൂജിക്കുക, ഭഗവാനെ സന്തോഷിപ്പിക്കുക. അപ്പൊ വർണ്ണാശ്രമ ധർമ്മങ്ങളിലൂടെ ഭഗവാനെ സന്തോഷിപ്പിക്കലാണ് വേണ്ടത്. അങ്ങനെ ചെയ്യാതെ വെറും ബാഹ്യ വിഷയങ്ങളിൽ ഭ്രമിച്ചുകൊണ്ട് കഴിയുന്ന ആളുകൾക്ക് അവർക്ക് ദുഃഖോദർക്കമായിട്ടുള്ള ജീവിതം അതാണ് അവർക്ക് എപ്പോഴും അവർക്ക് അനുഭവിക്കാനായിക്കൊണ്ട് കഴിയുക. ഇവിടെ അതിൽ നിന്ന് നമ്മള് ശരിക്ക് ആ ഈശ്വര സ്മരണയോടുകൂടി നമ്മൾ ജീവിക്കും. ജീവിതമാകണമെങ്കിൽ എന്ത് വേണം? അതാണ് തജ്ജന്മ താനി കർമാണി തഥായു തൻ മനോവജ. പ്രജേസുകൾക്ക് ഉപദേശം കൊടുക്കുമ്പോ പറയണതാണ്. അപ്പോ ആയുസ് 100 കൊല്ലം ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? ആ 100 കൊല്ലക്കാലം ഈശ്വരനെ മറന്ന് ഈ ലോകത്തിലെ വിഷയങ്ങളുടെ പിന്നാലെ ഭ്രമിച്ചുകൊണ്ട് നടക്കുകയാണെന്ന് വെച്ചാൽ എന്തിനാ അവൻ ആ ആയുസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. 10 കൊല്ലമേ ജീവിച്ചുള്ളൂ. ആ 10 കൊല്ലവും ഭഗവത് സ്മരണയോട് കൂടിയിട്ടാണ് ജീവിച്ചത് എങ്കിൽ അതല്ലേ ശരിയായിട്ടുള്ള ജീവിതം, ധന്യമായിട്ടുള്ള ജീവിതം? അല്ലെങ്കിൽ പിന്നെ ആ 100 കൊല്ലം കിട്ടി വെറുതെ ഭൗതിക സുഖങ്ങളിൽ ആസക്തനായിട്ട് തനി ഒരു പോത്തിനെ പോലെ ജീവിച്ചു എന്നല്ലേ പറയേണ്ടത്? അപ്പൊ കിട്ടിയ ജന്മം ഈശ്വരനെ സമർപ്പിക്കുക. ആ ഈശ്വര സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ ഈശ്വരൻ എന്തുകൊണ്ടാ സന്തോഷിക്കുക? അതും ആ പ്രജേതസ്സുകളുടെ കഥയിൽ പറയുന്നുണ്ട്. ദയ്യാ സർവഭൂതേഷു സന്തുഷ്ടിയാ ഏന കേനവാ സർവേന്ദ്രിയോപശാന്തിയാ തുഷ്യത്യാശു ജനാർദ്ദന സർവഭൂതദയാ. അപ്പൊ ഇവിടെ കൊല്ലാൻ അർഹതയുണ്ടോ നമുക്ക് മറ്റു ജീവജാലങ്ങളെ? സർവഭൂതദയ കൊണ്ടാണ് ഭഗവാൻ സന്തോഷിക്കുക എന്നാ പറഞ്ഞത്. കാരണം എല്ലാ ഭൂതങ്ങളുടെ ഉള്ളിലും അന്തര്യാമിയായിട്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന അതേ ശക്തി. അപ്പൊ നമ്മൾ വേറൊരു ആ ശരീരത്തെ അല്ലെങ്കിൽ ഒരു ജന്തുവിനെ നമ്മൾ ഹിംസിക്കുകയാണെങ്കിൽ അത് നമ്മളെ തന്നെ കൊല്ലുന്നതിന് തുല്യല്ലേ? കാരണം എന്താ? നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യവും ആ ശരീരത്തിൽ ഇരിക്കുന്ന ചൈതന്യവും രണ്ടല്ല, ഒന്ന്. ഒരേ പരമാത്മാവിന്റെ അംശങ്ങള്.
അപ്പൊ നമ്മൾ വേറൊന്നിനെ ഹിംസിക്കുകയാണെന്ന് വെച്ചാൽ നമ്മളെ തന്നെ കൊല്ലുന്നതിന് തുല്യമാണ്, യാതൊരു സംശയമില്ല. നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ്. അപ്പൊ സർവഭൂത ദയ കൊണ്ടാണ് ഭഗവാൻ സന്തോഷിക്കുക. അപ്പൊ ആ ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ, ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഭഗവാനെ പൂജിക്കണം, ഭഗവാനെ സന്തോഷിപ്പിക്കണം? വർണ്ണാശ്രമ ധർമ്മങ്ങളിലൂടെ ആ ഭഗവാനെ പൂജിച്ച് ഭഗവാനെ സന്തോഷിപ്പിക്കുകയാണ്, ഭഗവാനെ ആരാധിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ അവൻ അധപ്പതിക്കുന്ന എന്താ പറയാൻ കാരണം? ആ ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്ന് വെച്ചാൽ ഈ ലോകത്തിലെ സർവ്വജീവജാലങ്ങൾക്കും സന്തോഷം ഉണ്ടാവുക എന്നാണ് അർത്ഥം. കാരണം ഈ ലോകം തന്നെ നിലനിൽക്കുന്നത് ഭഗവാനിലല്ലേ. ഭഗവാനാണല്ലോ സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്നത്. അതാ വ്രജേതസ്സുകളുടെ ആ നാരദ മഹർഷി ഭക്തിയുടെ ശരിയായിട്ടുള്ള ഭാവത്തെ വ്രജേതസ്സുകൾക്ക് ഉപദേശിക്കുമ്പോ അവിടെ പറയുന്നുണ്ട് അത് ഈ കാര്യം. യഥാതരോർ മൂലനിഷേചനേന, നമ്മള് ഒരു മരത്തിന്റെ കടക്കൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് ആ വെള്ളം ഏത് പ്രകാരമാണോ അതിന്റെ തടിയിലൂടെ ശാഖോപശാഖകളിലൊക്കെ എത്തി അതിന്റെ ഇലയ്ക്കും പൂവിനും കായ്ക്കും ഒക്കെ എത്തുന്നത്, ഇതുപോലെയാണ് ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാണ്ടത്തിലെ സർവ്വ ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന സന്തോഷം. കാരണം ബ്രഹ്മാണ്ടമാകുന്ന വടവൃക്ഷത്തിന്റെ നാരായ വേരാണ് ഭഗവാൻ. ആ ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ, ഭഗവാനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാണ്ടത്തിലെ സകല ജീവജാലങ്ങളും സന്തോഷിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവനവന്റെ ധർമ്മങ്ങളിലൂടെ ഭഗവാനെ സന്തോഷിപ്പിക്കണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്ന് വെച്ചാൽ നമ്മളെ അതായത് ജന്മം കൊണ്ട്, നമ്മുടെ കർമ്മം കൊണ്ട് ലോകത്തിൽ ഒരാൾക്കും അപ്രിയം ഉണ്ടാവാൻ പാടില്ല. ലോകത്തിൽ എല്ലാവർക്കും അതുകൊണ്ട് സന്തോഷമാണ് ഉണ്ടാവേണ്ടത്. അപ്പൊ അങ്ങനെ നടിക്കാൻ നോക്കുന്ന സമയത്തോ നമ്മൾ നമ്മുടെ സ്വന്തം ധർമ്മം കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിന്റെ ലക്ഷ്യത്തെ അനുഭവിക്കാൻ കഴിയുന്നു. അപ്പൊ ഓരോരുത്തരും അവരവരുടെ അതായത് ധർമ്മം കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കുക. ഭഗവാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിച്ച ഭാവം. നോക്കൂ, നമ്മൾ ഈശ്വരപരമായിട്ടൊരു കർമ്മം ചെയ്യുമ്പോൾ ഭഗവാനെ ആ മനസ്സ് ഭഗവാന്റെ ഉറപ്പിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി നമ്മൾ സ്വന്തം കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഭൗതിക ആ കർമ്മങ്ങൾക്ക് ഉണ്ടാവില്ലേ? യാതൊരു സംശയമില്ല. എല്ലാം അതായത് ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് ഒരാവർത്തി ആ ഭക്തിയോടുകൂടി മനസ്സ് ഭഗവാന്റെ ഉറപ്പിച്ചുകൊണ്ട് സഹസ്രനാമം ജപിച്ചു നോക്കൂ. അതുപോലെ ഒന്ന് പൂജ, നമുക്ക് അറിയുന്ന രീതിയിൽ ഒരു പുഷ്പം എടുത്ത് ശരിക്കും ആത്മാർത്ഥമായിട്ട് ഭഗവാനെ ഉള്ളിൽ കണ്ടുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കും. ആ സമയത്തൊക്കെ കിട്ടുന്ന ഒരു സംതൃപ്തിയും ശാന്തിയും നമ്മൾ മറ്റു പ്രവൃത്തികൾ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ? കാരണം മറ്റു പ്രവൃത്തികളൊക്കെ നമ്മൾ സ്വന്തം ശാരീരിക സുഖത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ചെയ്യുന്നതാണ്. എത്രത്തോളം നമ്മൾ സ്വാർത്ഥപരമായിട്ട് സ്വന്തം ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്നോ അതിനൊന്നും യഥാർത്ഥമായിട്ടുള്ള കർമ്മഫലത്തെ തരാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ കർമ്മം കൊണ്ട് ശരിയായിട്ടുള്ള പ്രയോജനം നമുക്ക് കിട്ടില്ല. അതിന്റെ ഒക്കെ പിന്നിൽ നമുക്ക് ദുഃഖമേ കിട്ടുള്ളൂ. ആലോചിച്ചു നോക്കൂ, നമ്മൾ ഓരോ ദിവസത്തെയും കർമ്മത്തെ എടുത്ത് നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കൂ. നമ്മള് നമ്മുടെ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ദുഃഖത്തിന് കാരണമായിട്ടാണ് തീരുക. ആ കർമ്മം ചെയ്യാനുള്ള ക്ലേശം മാത്രമായിരിക്കും അതിന്റെ ഫലം. ഒരു പൂർണ്ണ സംതൃപ്തി ഇല്ലേ? സാഹിബിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ എവിടെന്നാ കിട്ടുന്നത്? ഈ ലോകത്തിൽ ഏത് കർമ്മം ചെയ്താലാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക? അതേസമയം നമ്മൾ ഈശ്വരപരമായിട്ടുള്ള കർമ്മങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഉള്ളിൽ ഭഗവാനെ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നോക്കൂ. അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി അതത്ര വലുതാണ്. ആ ഒരു പൂർണ്ണത അത് അവിടെ കൊണ്ടേ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈശ്വരനെ ഭജിക്കുന്ന ആളുകൾക്ക് മാത്രമേ ശ്രേയസ് ഉണ്ടാവുള്ളൂ. ഈശ്വര വിമുഖന്മാരുടെ ഗതി ദുഃഖോദർക്കമായിട്ടുള്ള ജീവിതമാണ് എന്ന് കാണിച്ചു തരുന്നത് എന്നാണ്. അപ്പോ കിട്ടിയ മനുഷ്യജന്മം കൊണ്ട് നമ്മള് ആ ഈശ്വരനെ ആശ്രയിക്കുക, ആ ഈശ്വരനെ പൂജിക്കുക എന്നാണ്. എല്ലാറ്റിലും എന്നാണ് ഭഗവാനെ ശരിക്ക് എല്ലാറ്റിലും ഭഗവാനെ കാണുക. ഇവിടെ ആ തരത്തില് ആ ഈശ്വരനെ പൂജിക്കലാണ്, ഈശ്വരനെ സന്തോഷിപ്പിക്കലാണ് നമ്മുടെയൊക്കെ ധർമ്മം. ഈശ്വരനെ മറന്നു കഴിയുന്ന ആളുകൾക്ക് എന്നും ദുഃഖം മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് കാണിച്ചു തരികയാണ്. അതാണ് ആ ചമസ യോഗീശ്വരന്റെ ഉപദേശം.
ധനം ച ധർമ്മൈക ഫലം യതോ വൈ ജ്ഞാനം സവിജ്ഞാനമനുപ്രശാന്തി ഗൃഹേഷു യുഞ്ജന്തി കളേപരസ്യ മൃത്യും ന പശ്യന്തി ദുരന്ത വീര്യം. ഈ ധനം ധർമ്മം സമ്പാദിക്കാൻ ഉപയോഗിക്കേണ്ട ഉത്കൃഷ്ടമായിട്ടുള്ള സാധനമാണ്. അപ്രകാരം സമ്പാദിക്കുന്ന ധനം കൊണ്ട് ഫലകാംക്ഷ കൂടാതെ ഭഗവാനെ പൂജിക്കുകയും ഭഗവത് പ്രീതിക്കായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശരിക്ക് ധർമ്മത്തിൽ ഉത്കൃഷ്ട ഭാവം നേടാൻ പറ്റും നമുക്ക്. അങ്ങനെ ഉത്കൃഷ്ടമായിട്ടുള്ള ജ്ഞാനവും അതിലൂടെ പരമമായിട്ടുള്ള ശാന്തിയും നേടാം. അതിന് പകരം ആ വിധമുള്ള ധനത്തെ വിഷയസുഖങ്ങൾ സമ്പാദിക്കാനും കുടുംബഭരണ കാര്യങ്ങൾക്കുമായിട്ട് വിനിയോഗിക്കുകയാണ്. അവര് ശരിക്കും എന്താ ഉണ്ടാവുക? അവര് ശരിക്ക് നരകഗർത്തത്തിലേക്ക് അധപ്പതിക്കുകയാണ്. ഈ വേദത്തില് ആ വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഇഷ്ടം പോലെ സ്വീകരിക്കാനുള്ളതല്ല. ഇതൊക്കെ മറ്റുള്ളവർക്ക് അല്ലെ ഘ്രാണഭക്ഷോ വിഹിതസ്തുരായ തഥാപശോരാലഭനം ഹിംസ ഏവം വ്യവായ പ്രജയാ നരത്യ ഇമം വിശുദ്ധം വിദുസ്വധർമ്മം. അതായത് വേദത്തില് മദ്യം യജ്ഞത്തിന് ഉപയോഗിക്കുന്നത് ഘ്രാണിക്കുകയേ ചെയ്യാവൂ എന്നൊക്കെയാണ് പറയുക. മൃഗങ്ങളെ കൊല്ലുകയല്ല, ആലംബനം മാത്രമേ പാടുള്ളൂ എന്നാണ്. അതായത് മന്ത്രപൂർവമായിട്ടുള്ള വേദോച്ചാരണം നടത്തി ദേവഹിതാർത്ഥം വധിക്കുന്ന ഒരു ഭാവത്തെ കാണിക്കുക. വേദത്തിൽ വിധിച്ച പ്രകാരം വധം വേദത്തിൽ വിധിച്ചതായിട്ടുള്ള ആ തരത്തിലുള്ള വധം ഹിംസയല്ല എന്നാണ്. അതുപോലെ സ്ത്രീ സംഘം പുത്രോത്പത്തിക്ക് മാത്രമായിട്ട് വിധിച്ചിരിക്കുക. അപ്പൊ ഒരു എന്താ ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്? സന്താനോൽപാദനത്തിനല്ലാതെ ഭാര്യയെ മറ്റൊരു രീതിയിൽ സമീപിക്കാൻ പാടില്ല എന്നാണ്. പിന്നെ ഭാര്യയെ കാണുന്നത് അമ്മയെ പോലെ ആവണം എന്നാണ്. അത് ആ സന്താനോൽപാദനം എന്നുള്ളത് മന്ത്രപൂരിതമായിട്ടുള്ള ഭാവത്തില് ആ പിതൃപൂജയായിട്ട് വളരെ ആ ഭക്തിയോടും കൂടെ ശ്രദ്ധയോടുകൂടെ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഒരു യജ്ഞത്തിന്റെ പരിശുദ്ധിയോടുകൂടി ചെയ്യേണ്ട കർമ്മം എന്നാണ് എന്നൊക്കെയാണ് പറയുന്നത് ശാസ്ത്രത്തിൽ എന്നാണ്. അല്ലാണ്ട് വെറും ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ടല്ല. ഇതൊക്കെയാണ് ആ വേദത്തിന്റെ താല്പര്യം എന്ന് കർമ്മടന്മാരായിട്ടുള്ള ആളുകൾ അറിയില്ല. അവര് വെറും ഭൗതികമായിട്ടുള്ള ഭാവത്തിൽ മാത്രമേ നിൽക്കൂ. അങ്ങനെ ഈ മറ്റുള്ളവരെ ഉപദ്രവിക്കുക. നോക്കൂ, നമ്മളിപ്പോ ഒരു ജന്തുവിനെ ഹിംസിക്കുന്നത്, ആ ജന്തുവിനെ നമ്മൾ വളർത്തി അതിന്റെ അത് നമ്മളിൽ നല്ല വിശ്വാസം അർപ്പിക്കുക, എന്നിട്ട് നമ്മൾ അതിനെ നശിപ്പിക്കുക എന്ന് പറയുമ്പോ എത്രത്തോളം മഹാപാതകമാണ് അതിന്റെ പിന്നിൽ ഒന്ന് ആലോചിച്ചു. ശരിക്ക സകല ജീവജാലങ്ങളിലും ഈശ്വരനെ കണ്ട് ആ ഈശ്വരഭാവത്തിൽ എല്ലാറ്റിനെയും സേവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാണ്ട് ദ്വിഷബ്ദ പരകായേഷു സ്വാത്മാനം ഹരിമീശ്വരം മൃതകേ സാനുബന്ധേസ്മിൻ ബദ്ധസ്നേഹാ പദത്യത. അന്യ ശരീരങ്ങളിലും സ്വന്തം ശരീരത്തിലും ഇരിക്കുന്ന ഈശ്വരനായിട്ടുള്ള ഹരിയെ ദേഷിക്കുന്ന ആള് ജീവിച്ചിരിക്കുന്ന ശവങ്ങളാണെന്നാ പറയുന്നത്. നമ്മള് പുത്രകളത്രാദികളോടുള്ള സ്നേഹം നിമിത്തം അവരുടെ ദേഹങ്ങളെയും സ്വന്തം ദേഹത്തെയും പോഷിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ട് പ്രാണികളെ കൊന്നു തിന്നാൽ അവൻ അധപ്പതിക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നാണ്. ഇപ്പൊ ഇവിടെ ആ ഒരു അവനവന്റെ ലക്ഷ്യം കൈവല്യപ്രാപ്തിയാണെന്ന് ഉറപ്പിക്കണം നമ്മൾ എന്നാണ്. ആ ലക്ഷ്യം ഉറച്ച ശേഷം ഇന്നതാണ് എൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തും. പക്ഷെ നമ്മൾ ലക്ഷ്യത്തെ അതായത് മറക്കുകയാണ്. എന്നിട്ടോ ഈ മാർഗത്തിൽ തന്നെ നമ്മൾ കിടന്ന് ഭ്രമിക്കുകയാണ്. ലക്ഷ്യമാകുന്ന ആത്മപ്രാപ്തിയിലേക്കുള്ള മാർഗങ്ങളാണ് വേദത്തിൽ വിധിച്ച കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ആത്മപ്രാപ്തിയാകുന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ലക്ഷ്യത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള ബോധം ഉണ്ടെങ്കിൽ യാത്ര കുറച്ചൊക്കെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞാലും അവസാനം നമ്മൾ അവിടെ എത്തും. ലക്ഷ്യബോധം ഇല്ലാത്ത ആളുകൾ എന്താ ഉണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ലക്ഷ്യത്തെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്നാണ്. നമ്മള് ഈ മാർഗത്തിൽ പെട്ടിട്ട് ലക്ഷ്യത്തെ മറക്കുക, അതാണ് നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം. പണ്ട് ഒരു രാജാവിന് നല്ല കേമമായിട്ടുള്ള 2 കുതിരകൾ ഉണ്ടായിരുന്നു എന്നാണ്. രാജാവ് ആ കുതിരകളെയും കൂട്ടി തേരില് മന്ത്രിയോട് കൂടിയിട്ട് ഇങ്ങനെ ദേശസഞ്ചാരം ചെയ്യുകയാണ്. അങ്ങനെ സഞ്ചരിച്ചൊരു കാട്ടിന് നടുവിലെത്തി. രാത്രിയായി. അപ്പൊ ഇനി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട്, ഇനി നേരം പുലർന്നിട്ടേ പറ്റുള്ളൂ. അപ്പൊ കാട്ടിൽ തന്നെ കിടക്കുകയാണ് ആ തേരില് രാജാവ്. അപ്പൊ രാജാവ് മന്ത്രിയോട് പറഞ്ഞു, ഈ കുതിരകളുണ്ടല്ലോ അതിനെ സംരക്ഷിക്കണം എന്നാണ്. അപ്പൊ താനെന്ത് ചെയ്യണം? ഉറങ്ങാതെ കുതിരകൾക്ക് കാവൽ നിൽക്കണം. അപ്പൊ രാജാവിനോട് മന്ത്രി പറഞ്ഞു, അല്ല എനിക്ക് ഉറക്കം വരില്ലേ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന? അല്ല ഉറക്കം വരാതിരിക്കാനേ
എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ ചിന്തകൾ വന്നാൽ പിന്നെ ഉറക്കണ്ടാവില്ല, മനസ്സിങ്ങനെ വിജൃംഭിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അദ്ദേഹം പലതിനെ കുറിച്ചൊക്കെ അതായത് ചിന്തിക്കാനാണ് അതായത് നിർദ്ദേശിക്കുന്നത് എന്നാണ്. എന്താ ചിന്തിച്ചത്? അദ്ദേഹം ചിന്തിച്ചു ഉത്തരം കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആകാശത്തില് നക്ഷത്രങ്ങൾ ധാരാളം ഉണ്ട്. ഈ നക്ഷത്രങ്ങളൊക്കെ ഈ ആകാശത്തിൽ ഇങ്ങനെ അടുക്കി വെക്കാൻ ഭഗവാൻ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ഏണിയിലെ. ഈ ഏണി എവിടെയാ ചാരി വെച്ചത് എന്നാണ് അത്ര ആലോചിച്ചത് എന്നാണ്. കുറച്ചു നേരം ആലോചിച്ചു, അതിന് ഉത്തരവൊന്നും കിട്ടിയില്ല. അപ്പൊ രാജാവ് ഒന്നുറങ്ങും, അത് കഴിഞ്ഞ് എണീറ്റ് വരും. മന്ത്രി എന്താ ചെയ്യുന്നത് നോക്കും, മന്ത്രി ആലോചിച്ചിരിക്കുക. അപ്പൊ ചോദിച്ചു എന്താ ആലോചിക്കുന്നത്? അല്ല, ഈ ആകാശത്തിന്റെ നക്ഷത്രങ്ങളൊക്കെ കൊണ്ട് അടുക്കി വെക്കാനായിട്ട് ഏണി ഭഗവാൻ എവിടെയാ ചാരിയത് എന്നാണ് ആലോചിക്കുന്നത്. അപ്പൊ രാജാവിന് മനസ്സിലായി ഇതിന് ഉത്തരം കിട്ടാൻ പോണില്ല എന്ന്. അദ്ദേഹം പോയി കിടന്നു എന്നാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു. അപ്പൊ ചോദിച്ചു ഇപ്പൊ എന്താ ഉത്തരം കിട്ടിയോ? ഇല്ല. അപ്പോഴിപ്പൊ എന്താ ആലോചിക്കുന്നത് എന്നാണ്. അപ്പൊ ആലോചിക്കുന്നത് ഞാൻ ഒന്ന് മാറി ചിന്തിച്ചു. എന്താ മാറി ചിന്തിച്ചത്? ഈ സമുദ്രം കുഴിച്ച മണ്ണൊക്കെ ഭഗവാൻ എവിടെയാണ് കൊണ്ടിട്ടിരിക്കുന്നത് എന്നാ ചിന്തിക്കുന്നത്. അപ്പൊ അതിന് ഉത്തരം കിട്ടില്ല എന്ന് മനസ്സിലായി. രാജാവ് പോയി കിടന്നുറങ്ങിയതാണ്. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചു കഴിഞ്ഞ് നേരം പുലരാനായി. എഴുന്നേറ്റ് വരികയാണ് രാജാവ്. അപ്പോഴും മന്ത്രി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുതിരയെ അടുത്ത് കാണാനുമില്ല. അപ്പൊ രാജാവ് ചോദിച്ചു ഇപ്പൊ എന്താ ആലോചിക്കുന്നത്? കുതിര എവിടെയെന്നാണ്. അപ്പോഴാ മന്ത്രി പറഞ്ഞത് അതന്നെയപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ കുതിരയെ കാണാനില്ല എന്നാണ്. എന്താ ഈ ആലോചനയുടെ ഇടയില് തന്റെ ലക്ഷ്യമാകുന്ന കുതിരയെ ആരോ അപഹരിച്ചു കൊണ്ടുപോയി. ഇതുപോലെയാണ് നമുക്കൊക്കെ പറ്റുന്നത്. നമ്മുടെ ലക്ഷ്യത്തെ നമ്മൾ മറന്നിട്ട് ഈ മാർഗത്തിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ് എന്നാണ്. അപ്പൊ ഈ മാർഗത്തിലൂടെ ലക്ഷ്യത്തിൽ എത്തുകയാണ് വേണ്ടത്. അതാണ് ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലെങ്കിലോ കിട്ടിയ മനുഷ്യ ശരീരം അവൻ ശരിക്ക് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും വീണ്ടും ജന്മത്തിന്. അതാണ് അവിടെ ആത്മഘാതികൾ എന്നൊക്കെ പറയുന്നത് അല്ലേ. ഇവിടെ ആത്മഘാതികൾ എന്ന് വെച്ചാൽ ശരീരം നശിപ്പിച്ച് ആത്മഹത്യ ചെയ്യുന്നവര് എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. മുക്തിക്ക് ഉപയുക്തമായിട്ടുള്ള ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാതെ ഈ പ്രാപഞ്ചിക വിഷയങ്ങളല്ലേ ആത്മഹനോശാന്ത അജ്ഞാനേ ജ്ഞാനമാനിന സീതന്ത്യ കൃതകൃത്യാവൈ കാലദ്വസ്ത മനോരഥ എന്നാണ്. അപ്പൊ അങ്ങനെ മനുഷ്യന്റെ ലക്ഷ്യത്തെ അറിയാതെ ജീവിക്കുന്ന ആളുകളൊക്കെ ആത്മഹത്യക്കാരാണ് എന്നാണ്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ എന്താ പറ്റുക? അവര് നരകഗർത്തത്തിലേക്കാണ് ചെന്ന് പതിക്കുക എന്നാണ്. ഇങ്ങനെ ചമസൻ എന്ന യോഗീശ്വരൻ അതിന് മറുപടി പറയുകയാണ്. അപ്പൊ നമ്മുടെയൊക്കെ ലക്ഷ്യം ഈശ്വരനെ സ്മരിക്കുക, ഈശ്വര സ്മരണയോടുകൂടി ജീവിതം നയിക്കുക. എങ്കിലേ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യത്തെ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് എന്നും പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി ജഠരേ ശയനം എന്ന ഭാവത്തില് ദുഃഖോദർക്കമായിട്ടുള്ള ജീവിതം ആണ് അവർക്ക്. എന്നിട്ടും അവർക്കതിന്ന് വൈരാഗ്യം വരൂല്ല. ആ നിലയിലാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ രാജാവ് ചോദിക്കുന്നത് അവസാനത്തെ ചോദ്യം, കസ്മിൻ കാലേ സ ഭഗവാൻ കിം വർണ്ണ കീദൃശോ നൃഭി നാംനാ വാ കേന വിധിന പൂജ്യതേതദിഹോച്യതാം. ഏതേത് കാലത്ത് ഭഗവാൻ ഏതേത് നിറത്തോട് കൂടിയിട്ടാണ് വരിക, അപ്പോഴുള്ള രൂപം എന്തൊക്കെയാണ്, ആ സമയത്ത് ഭഗവാനെ ഏത് നാമത്തിലാണ് മനുഷ്യന്മാര് കീർത്തിക്കുക, ഏത് വിധത്തിലാണ് ഭഗവാനെ പൂജിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്ന തിരക്കടില്ല എന്നാണ് പിന്നെ പറയുന്നത് എന്നാണ്. ഓരോ കാലത്തിലും എല്ലാ കാലത്തും ഒരേപോലെ അല്ല ഈശ്വരനെ ആശ്രയിക്കുന്നത് എന്നാണ്. ഓരോ സമ്പ്രദായത്തിലാണ്. അപ്പൊ ഇനി അതിന് ഉത്തരം പറയുകയാണ് ഇനി കരഭാജനൻ എന്ന യോഗി എന്നാണ്. അപ്പൊ ഇനി കരഭാജന യോഗീശ്വരന്റെ ഉത്തരം പറച്ചിലാണ്. കാലത്തിന്റെ വ്യത്യാസം കൊണ്ട് ഈശ്വരോപാസനയ്ക്കോ ആധ്യാത്മിക ധർമ്മത്തിനോ വ്യത്യാസമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ സ്വരൂപം എന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ കരഭാജനൻ എന്ന യോഗി അതിനുത്തരം പറയുകയാണ്. കാലത്തെ കൃതം, ത്രേത, ദ്വാപരം, കലി ഇങ്ങനെ 4ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട് എന്നാണ്. ഇത് ശരിക്ക് ഇതിൽ കൃതയുഗം ജ്ഞാനത്തിനും, ത്രേതായുഗം തപസ്സിനും, ദ്വാപരയുഗം യജ്ഞങ്ങൾക്കും, കലിയുഗം കീർത്തനത്തിനും പ്രാധാന്യമുള്ള കാലമാണ്. കൃതയുഗത്തിലെ ജനങ്ങളൊക്കെ തന്നെ ജന്മനാ തന്നെ ജ്ഞാനികളായിരിക്കുന്ന, എപ്പോഴും കൃതകൃത്യന്മാരാ. അതുകൊണ്ടാണ് ആ യുഗത്തിന് കൃതയുഗം എന്ന് തന്നെ പേര് ഉണ്ടായത് എന്നാണ്.
അവരൊക്കെ ജന്മനാ തന്നെ ജ്ഞാനികളാണ് ആ കൃതയുഗത്തിലെ ആളുകൾ. അതുപോലെ തന്നെ ആ ബ്രഹ്മനിഷ്ഠന്മാരാ, എപ്പോഴും അവരുടെ മനസ്സ് ബ്രഹ്മത്തിൽ ഉറച്ച ഭാവത്തിലാണ്. ബ്രഹ്മനിഷ്ഠന്മാരായിരിക്കും അവരുടെ വൃത്തി. ശരീരധർമ്മങ്ങളും ശാരീരിക അധ്വാനവും ഒക്കെ വളരെ ചുരുങ്ങും. എപ്പോഴെങ്കിലും ചിലപ്പോഴും എന്തെങ്കിലും വലുതും അല്പം ആഹാരം കഴിക്കണം, അത്രയേ ഉള്ളൂ. വേറെ യാതൊരു വിഷയങ്ങൾക്കും അവർക്ക് താല്പര്യമില്ല. അതുപോലെ പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഈ ആഹാര പദാർത്ഥങ്ങളുടെ അവസ്ഥയോ അധ്വാനിക്കാതെ തന്നെ കിട്ടുന്നതാണ്. കൃഷി ചെയ്യാണ്ട് തന്നെ ധാന്യങ്ങൾ മുളച്ചു വളർന്ന് സുഭിക്ഷമായിട്ട് വളഞ്ഞു നിൽക്കുന്നുണ്ടാകും. അങ്ങനെ തന്നെ മുളച്ചു വളർന്ന ധാന്യങ്ങൾക്ക് എൻ്റെ എന്ന് പറയാൻ ആരും അവകാശം ഉണ്ടാവില്ല. അതങ്ങനെയാണല്ലോ. അപ്പൊ 4 ഭാഗത്ത് ഇങ്ങനെ മുളച്ച് വളർന്നു നിൽക്കുന്നതിന് എൻ്റെ എന്ന് പറയാൻ പറ്റില്ല. അത് താനെ അവിടെ ഉണ്ടായതാണ്. അത് എല്ലാവർക്കും അവകാശം ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ അങ്ങനെ ആ വളർന്ന ധാന്യങ്ങൾക്ക് എൻ്റെ എന്ന് പറയാൻ ആരും അവകാശം ഉണ്ടായിരിക്കില്ല. ആർക്ക് വേണമെങ്കിലും എടുക്കാം. പക്ഷിമൃഗാദികൾ പോലും അക്കാലത്ത് ആഹാരത്തില് സംതൃപ്തി ഉള്ളവരായി ആയിരിക്കുന്നൊക്കെയാണ് പറയുക. ആരും ഏതൊരു സാധനത്തെയും എൻ്റേത് എന്ന് അവകാശപ്പെടുകയോ അഭിമാനിക്കുകയോ ചെയ്യാത്ത കാല കൃതയുഗമാണ്. ഒരു സാധനവും നാളേക്ക് എന്നും പറഞ്ഞ് സൂക്ഷിച്ചു വെക്കേണ്ട ഏർപ്പാടുമില്ല. അവരവർക്ക് അപ്പോഴപ്പോൾ ആവശ്യമുള്ളതിനെ മാത്രമേ ആരും എടുക്കുള്ളൂ. അപ്പൊ അവരവർക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഒന്നിനും ഒരു ക്ഷാമം ഉണ്ടാവില്ല. സപ്തമസ്കന്ധത്തിന്റെ ഒടുവിലായിട്ട് സദാചാരത്തെ വർണ്ണിക്കുമ്പോ ഗൃഹസ്ഥന്റെ ധർമ്മം പറയുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് അവിടെ എന്ത്, നമ്മളൊക്കെ ഒരു ഗൃഹസ്ഥൻ അടുത്ത നേരത്തേക്കുള്ളത് വേണമെന്ന് കരുതി വെച്ചോളൂ എന്നാണ്. അതിൽ കൂടുതൽ കരുതി വെക്കാൻ പാടില്ല എന്നാണ്. ഇപ്പോ പ്രാതൽ കഴിഞ്ഞു, ഉച്ചഭക്ഷണത്തിനുള്ളത് നമുക്ക് കരുതി വെക്കാനുള്ള അവകാശമുണ്ട്. അതിൽ കൂടുതലാണ് നമ്മൾ കരുതി വെക്കുന്നത് എങ്കിൽ അവനെ ശാസ്ത്രം എന്താ പറയുന്നത്, സസ്തേനോ ദണ്ഡമർഹതി എന്നാണ്. അവൻ കള്ളനാണ്, അവനെ ശിക്ഷിക്കണം എന്നാണ്. നോക്കൂ, ഒരു നേരത്തെ ഭക്ഷണത്തിലുള്ളതിലധികം നമ്മൾ സൂക്ഷിച്ചു വെക്കണില്ല എന്ന് നമ്മൾ അങ്ങനെ ചെയ്യില്ല. എന്നാൽ മനസ്സുകൊണ്ടൊന്ന് സങ്കല്പിച്ച് നോക്കൂ ആ ഒരവസ്ഥ. ഇവിടെ എന്തിനെങ്കിലും വല്ല കുറവുണ്ടാവുമോ? എല്ലാവർക്കും സംതൃപ്തി, ആ സുഭിക്ഷമായിട്ട് കഴിയാൻ പറ്റില്ലേ? ഇതൊക്കെ നമ്മൾ ഈ സ്വരൂപിച്ച് ആ ലോഭം കൊണ്ട് നമ്മുടെ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് എത്ര സമ്പാദിച്ചാലും പോരാ എന്നും പറഞ്ഞ് അങ്ങനെ കൂട്ടി വെക്കുക. അത് അപ്പോഴാണ് അതിന്റെ ഫലമായിട്ട് നമുക്കും ദുഃഖം, ലോകത്തിനും ദുഃഖമാണ് അതുകൊണ്ടുണ്ടാവാൻ പോകുന്നത്. അപ്പോ അവരവർക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ളതിനെ മാത്രം എടുക്കുക. അങ്ങനെ കൃതയുഗത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായമായിരുന്നു എന്നാണ്. എല്ലാവരും ജ്ഞാനികളാണ്, ബ്രഹ്മനിഷ്ഠന്മാരുമാണ്. ആർക്കും ശരീരാഭിമാനം ഇല്ല എന്നാണ്. ഈ ശരീരാഭിമാനം ഉള്ള ആളുകളെ നീചന്മാരായിട്ടേ കണക്കാക്കാറുള്ളൂ എന്നാണ്. അങ്ങനെയുള്ള കാലത്തെയാണ് കൃതയുഗം എന്ന് പറയുക. ആ കൃതയുഗത്തില് വെളുത്ത നിറത്തോടും 4 തൃക്കൈകളോടും കൂടി ജടയും അരവിരിയും പൂണൂലും കൃഷ്ണമൃഗത്തോലും ജപമാലയും ദണ്ടും കമണ്ടലും ഒക്കെ ധരിച്ചവനായ ബ്രഹ്മചാരിയായിട്ടാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. അപ്പോ കൃതയുഗത്തില് ഭഗവാൻ ഹൃദയ ശുക്ല ചതുർബാഹു ജഡിലോ വൽക്കലാംബര കൃഷ്ണാജിനോപവീതാക്ഷാൻ ബിഭ്രദണ്ഡ കമണ്ഡലോ, ഇങ്ങനെയാണ് ഭഗവാന്റെ ഭാവം എന്നാണ്. ബ്രഹ്മചാരി സ്വരൂപത്തിലാണ് ഭഗവാൻ. ആ യുഗത്തില് മനുഷ്യര് ശാന്തന്മാരാണ്. മനുഷ്യാസ്തു തഥാശാന്ത നിർവൈര സുഹൃതസമാഹ യജന്തി തപസാദേവം ശമേനജ തമേനജ. ആ യുഗത്തില് മനുഷ്യന്മാര് ശാന്തന്മാരും ആരോടും വൈരില്ലാത്തവരാണ്. എല്ലാവരിലും സ്നേഹത്തോടു കൂടിയവരാണ്. സമഭാവന എല്ലായിടത്തും ഉണ്ട് എന്നാണ്. അവരെ തപസ്, ശമം, ദമം തുടങ്ങിയ ഭാവങ്ങളെ കൊണ്ട് ഭഗവാൻ ആരാധിക്കുന്നതാണ്. ആ സമയത്ത് ഭഗവാന്റെ നാമങ്ങളോ ഹംസൻ, സുവർണൻ, വൈകുണ്ഠൻ, ധർമ്മൻ, യോഗേശ്വരൻ, അമലൻ, ഈശ്വരൻ, പുരുഷൻ, അവ്യക്തൻ, ഈ പേരുകളിലാണ് ഭഗവാനെ മനുഷ്യന്മാര് സ്തുതിക്കുക എന്നാണ്. അങ്ങനെയാണ് കലിയുഗത്തിൽ, അതായത് കൃതയുഗത്തിലെ ഭഗവാന്റെ ഭാവം എന്നാണ്. അത് കഴിഞ്ഞ് ഇനി അപ്പൊ കൃതയുഗത്തിൽ ത്രേതായുഗം ആകുമ്പോ സമ്പ്രദായം ആകെ ഒന്ന് മാറുന്നതാണ്. ജനങ്ങളുടെ ആ അവസ്ഥ, പൊതുവെയുള്ള സംസ്കാരം തപസ്സ, ജ്ഞാനസമ്പാദനത്തിന് വേണ്ടിയിട്ടാണ് തപസ്. നോക്കൂ, ഇപ്പോ ഇവിടുത്തെ ഒരു ഭാവം എന്താണെന്നാണെങ്കിൽ കൃതയുഗത്തില് ജന്മസിദ്ധമായിട്ട് ജ്ഞാനുണ്ട്. ഇപ്പോ അത് ത്രേതായുഗം ആയതോട് കൂടിയിട്ട്
കൃതയുഗത്തിൽ ജന്മസിദ്ധമായിട്ടുള്ള ജ്ഞാനം ത്രേതായുഗം ആയതോടുകൂടെ സമ്പാദിക്കപ്പെടേണ്ട ഒരു വസ്തുവായിട്ട് മാറുകയാണ്. അപ്പൊ ഇവിടെ സുലഭമായിട്ട് കിട്ടണില്ല. ആ ധർമ്മം 100% ഉണ്ടായിരുന്നതാണ് കൃതയുഗത്തില്. ഇപ്പോ ത്രേതായുഗമായപ്പോ 25% കുറവ് വരികയാണ്. അപ്പൊ ജന്മസിദ്ധമായിട്ടുള്ള തപസ് ആ സമ്പാദിക്കപ്പെടേണ്ട ഒരു വസ്തുവായിട്ട് മാറുകയാണ്. എങ്കിലും തപസ് കൊണ്ട് ജ്ഞാനം സമ്പാദിക്കാൻ പറ്റും. ശരീരധർമ്മങ്ങളിലും അങ്ങനെ തന്നെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും ത്രേതായുഗത്തില്. ശരീരാഭിമാനം ഇല്ലെങ്കിലും ആഹാര നിദ്രകളൊക്കെ പരിമിതങ്ങളായിട്ടാണെങ്കിലും വേണം എന്നൊരു ഭാവം വരും. അതിന് പറയത്തക്ക അധ്വാനമൊന്നും വേണ്ട. എങ്കിലും ലേശം ചിലതൊക്കെ വേണ്ടി വരികയും ചെയ്യും. വളഞ്ഞു നിൽക്കുന്ന ധാന്യം കണ്ടാല് അത് മുഴുവൻ എടുക്കണം എന്നൊരു ചിന്ത അപ്പൊ വരും. തൽക്കാലം ആവശ്യമുള്ളത് എടുത്ത് ബാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴിയുന്നത് വരെ വേറെ അന്വേഷിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പദാർത്ഥങ്ങളെയൊക്കെ കിട്ടുന്ന അത്രത്തോളം സഞ്ചയിച്ചു വെക്കാൻ തുടങ്ങുന്നതാണ്. അങ്ങനെ വരുമ്പോ ആവശ്യം കഴിഞ്ഞ് ബാക്കിയാവുന്നതിനെ സൂക്ഷിക്കാൻ ചില പ്രയത്നങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അത്രയും അല്ല, കണ്ടത് മുഴുവൻ കൊണ്ടുവരുന്നത് കൊണ്ട് പിന്നെ ചെല്ലുമ്പോ അവിടെ കാണാണ്ടുമാകും. അപ്പൊ വീണ്ടും മുളച്ചുണ്ടാവാൻ എന്ത് വേണം? കുറച്ച് വിത്ത് അവിടെ കൊണ്ടുപോയി വതയ്ക്കണം എന്നൊരു നിലവരികയാണ് ത്രേതായുഗത്തിൽ. വിത്ത് വതച്ചപ്പോ ഇതെന്റെയാണ്, ഞാൻ വതച്ചതാണ്, ഇത് മറ്റാരും എടുക്കാൻ പാടില്ല എന്ന അവകാശവാദം ഉണ്ടാകാൻ തുടങ്ങി. ഇങ്ങനെ പലതുകൊണ്ടും കൃതയുഗത്തിൽ നിന്ന് ഒരു പടി താഴ്ന്ന ഭാവമാണ് ത്രേതായുഗത്തില്. അതാണ് ത്രേതായുഗം. അപ്പൊ ഇവിടെ ആ ത്രേതായുഗത്തിൽ ഭഗവാൻ 4 തൃക്കൈകളോട് കൂടിയവനായിട്ട് അതുപോലെ തന്നെ 3 പിരിയുള്ള ആ മേഖലയോടും കൂടി ചുവപ്പ് നിറാണ് ഭഗവാൻ എന്നാണ്. വേദസ്വരൂപനായി ആ ത്രേതായാം രക്തവർണോസോ ചതുർബാഹുസ്ത്രി മേഖല ഹിരണ്യകേശത്രയാത്മാ ശ്രുവാദിപലക്ഷണ. ആ ത്രേതായുഗത്തില് ഭഗവാൻ 4 തൃക്കൈകളോടുകൂടി 3 പിരിയുള്ള മേഖലയോടുകൂടി ചുവപ്പ് നിറത്തോടുകൂടി വേദസ്വരൂപനും സ്രുവം എന്നിവയോടു കൂടിയവനുമായിട്ടാണ് ദർശനം നൽകുക. ആ യുഗത്തിലെ ജനങ്ങള് സർവദേവതാസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ശ്രീഹരിയെ വേദത്തിൽ പറഞ്ഞ കർമ്മങ്ങളാൽ യജ്ഞങ്ങളെ കൊണ്ട് ആരാധിക്കുകയാണ് ത്രേതായുഗത്തില് എന്നാണ്. ആ സമയത്ത് ഭഗവാന്റെ പേരോ ആ തംതഥാ മനുജാദേവം സർവദേവമയം ഹരിം യജന്തി വിദ്യയാത്രയ്യ ധർമ്മിഷ്ഠ ബ്രഹ്മവാദിന. ആ യുഗത്തിലെ ധർമ്മത്തിൽ നിന്ന് വ്യതിചരിക്കാത്തവരാണ്. ആ വേദമൊക്കെ ശരിക്കും പഠിച്ചവരാണ്. ത്രേതായുഗത്തിൽ മനുഷ്യര് സർവദേവതാ സ്വരൂപനായിരിക്കുന്ന ശ്രീഹരിയെ വേദോക്ത കർമ്മങ്ങളെ കൊണ്ട് യജിക്കുക. അപ്പൊ തപസ് ആദ്യത്തെ കൃതയുഗത്തില്, പിന്നെ അടുത്തത് ത്രേതായുഗം വരുമ്പോ യജ്ഞങ്ങളായി. അന്ന് ഉഷ്ണുർ യജ്ഞ വൃഷ്ണിഗർഭ സർവദേവ ഉരുക്രമ വൃഷാകവിർ ജയന്തച്ച ഉരുകായ ഇതീജ്യതേ. ഈ യുഗത്തില് ഭഗവാനെ ആ പേര് ഉഷ്ണു, യജ്ഞൻ, വൃഷ്ണിഗർഭൻ, സർവദേവൻ, ഉരുക്രമൻ, വൃഷാകവി, ജയന്തൻ, ഉരുകായൻ എന്നീ പേരുകളില് ഭഗവാനെ സ്തുതിക്കും ജനങ്ങൾ എന്നാണ്. അതായത് ഭഗവാന് വൃഷാകവി എന്ന പേര് കിട്ടാൻ കാരണം മനുഷ്യരുടെ ദുഃഖങ്ങളെ മുഴുവൻ നശിപ്പിക്കുകയും ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് വൃഷാകവി എന്ന പേര് കിട്ടിയത് എന്നാണ്. കാമങ്ങൾ വർഷിക്കുന്നത് കൊണ്ട് വൃഷനെന്നും ക്ലേശത്തെ വിറപ്പിക്കുന്നത് കൊണ്ട് ആകവി എന്നും പറയുന്നു. ഇങ്ങനെ രണ്ടും ചേർത്തിട്ടാണ് വൃഷാകവി എന്ന് പറയുന്നത് എന്നാണ്. അങ്ങനെയാണ് ആ ത്രേതായുഗത്തിലെ ഭാവം എന്നാണ്. അത് കഴിഞ്ഞ് ദ്വാപരയുഗത്തിലെത്തിയപ്പോഴോ ദ്വാപരേ ഭഗവാൻ ശ്യാമ പീതവാസ നിജായുധ ശ്രീവത്സാദിപിരംഗൈച്ച ലക്ഷണൈരുപലക്ഷിത. ദ്വാപരയുഗത്തില് ഭഗവാൻ ശ്യാമ നിറം ദ്വാപരയുഗത്തിലേക്ക് ഇറങ്ങിയപ്പോ ഇനി ഒരു പടിയും കൂടെ താഴുകയാണ്. അതായത് കൃതയുഗത്തിൽ നിന്ന് ഒരു പടി താന്നോ, ആ ത്രേതയിൽ നിന്ന് വീണ്ടും ഒരു പടി താന്നോ ദ്വാപരയുഗത്തിലേക്ക് വരുമ്പോ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കി ഏകാഗ്രമായ തപസ് ആചരിക്കാൻ കഴിവില്ലാണ്ടായി. അപ്പോഴോ യജ്ഞങ്ങൾ ആണ് നേരത്തെ സംസ്കാരം ഉണ്ടായിരുന്നത് അല്ലെ. ആ യജ്ഞ സംസ്കാരമാണ് പിന്നെ വരുന്നത് എന്നാണ്. ആ മുഖ്യമായിട്ടുള്ള ഭാവം യജ്ഞങ്ങളാണ്. പല യജ്ഞങ്ങളും ആചരിച്ച ക്രമേണ ആ വീതിയൊക്കെ ഉണ്ടായി ഏകാഗ്രമായിട്ടുള്ള തപസ് ആചരിച്ചിട്ട് ജ്ഞാനം സമ്പാദിക്കണം. ഇതാണ് ആ ദ്വാപരത്തിലെ അവസ്ഥ. ഈ ദ്വാപര യുഗത്തിലെ ആധ്യാത്മിക ധർമ്മം യജ്ഞങ്ങള്. അങ്ങനെ ആ ശരീരധർമ്മം ഒരു പടി കൂടി കയറുകയാണ്. അതോട് കൂടിയിട്ട് ആഹാരനിദ്രകളും അവയ്ക്കുള്ള സൗകര്യങ്ങളും ഒക്കെ ആവശ്യം കൂടിയേ തീരൂ എന്ന നിലയായി. അതുപോലെ തന്നെ
ഭോഗബുദ്ധിയും ലോഭവും വർദ്ധിക്കും തോറും പദാർത്ഥങ്ങളുടെ ഉൽപ്പത്തിയും അതുപോലെ തന്നെ വളവും ഒക്കെ ചുരുങ്ങാൻ തുടങ്ങിയെന്നാണ്. ധാന്യങ്ങൾ താനെ മുളച്ച് വളയുകയും ഒത്തുകൊണ്ടുപോയി വധച്ച സുഭിക്ഷമായി തീരലാകുന്ന സമ്പ്രദായം ഒക്കെ ശരിക്കും ദ്വാപരയുഗമായപ്പോ ശരിക്കും തീരെ നിന്നു എന്നൊക്കെയാ പറയണത്. പിന്നെ എങ്ങനെ അതായത് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാവുക? ധാന്യങ്ങളൊക്കെ നല്ലവണ്ണം തോലും വളവും ഒക്കെ ചേർത്ത് കൃഷി ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ എന്നുള്ള നിലവിലാണ്. കൃഷി ചെയ്ത സുഭിക്ഷമായിട്ടുണ്ടാവും. ശരീരാഭിമാനം വർദ്ധിച്ചത് കൊണ്ട് പ്രയത്നം മുഴുവൻ ശരീര ധർമ്മങ്ങളെ നിറവേറ്റലായിട്ടാണ് തീരുക. വാസ്തവത്തിൽ പ്രയത്നം ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് വേണ്ടത്. അതിനു പകരം ശരീരത്തെ പോഷിപ്പിക്കാനാണ് സമയം കൂടുതലും ചെലവഴിക്കുക എന്നാണ്. അപ്പോ കൃഷി, കച്ചവടം തുടങ്ങിയ ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ആയുസ്സിലെ അധിക ഭാഗം ഉപയോഗിക്കാനോടെ. എങ്കിലും ചില സമയത്തൊക്കെ ചില യജ്ഞങ്ങളൊക്കെ ചെയ്യും എപ്പോഴെങ്കിലും ഒക്കെ. ബാക്കി സമയം മുഴുവൻ ലോകകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എങ്കിലും യജ്ഞങ്ങളിലും യജ്ഞബുക്കുകളായിട്ടുള്ള ദേവന്മാരിലും വിശ്വാസവും ഭക്തിയൊക്കെ ഉണ്ട്. ആ പുരുഷ പ്രയത്നം കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ കൂടി യജ്ഞങ്ങളെ കൊണ്ട് സാധിക്കും. ഇതാണ് ദ്വാപര യുഗത്തില് ജനങ്ങളുടെ ആ സംസ്കാരവും ആ ജീവിത രീതിയും ആയിട്ട് ഇരിക്കുന്നത് എന്നാണ്. അപ്പോ ആ ഭഗവാന് ദ്വാപരത്തില് ശ്യാമള നിറന്നാണ്. ശ്യാമള വർണ്ണത്തോട് 4 തൃക്കൈകളില് ശംഖചക്ര കഥാപത്മങ്ങളൊക്കെ ധരിച്ച് ശ്രീവത്സം, കൗസ്തുഭം, വനമാല എന്നിവയോടുകൂടി മഞ്ഞപ്പട്ട കൊടുത്ത് വളയിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. ആ യുഗത്തിലെ മനുഷ്യര് മഹാരാജാവിന്റെ ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള ഭഗവാനെ വേദത്തിലും തന്ത്രത്തിലും ആ പറഞ്ഞ പൂജാവിധികളിലൂടെ, ആ പൂജയിലൂടെ, ഇപ്പോ കൃതയുഗത്തില് തപസ്, ആ ത്രേതയില് യജ്ഞം, ഇവിടെ പൂജ, ദ്വാപരത്തില് പൂജയായിട്ടാണ് മാറുന്നത്. പൂജയിലാണ്. ആ പൂജാവിധികളിലൂടെ ആരാധിച്ചു വരികയാണ്. ആ സമയത്ത് ഭഗവാന്റെ ഭാവം എന്താണ്? നമസ്തേ വാസുദേവായ നമ സംഘർഷണായ പ്രദ്യുമ്നായ അനിരുദ്ധായ തുഭ്യം ഭഗവതേ നമ. വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം എന്നാണ്. അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ചിത്തത്തിന്റെ ദേവതയാണ് വാസുദേവൻ എന്ന് പറയുക. അഹങ്കാരത്തിന്റെ അടിസ്ഥാനമാണ് സംഘർഷണൻ എന്നാണ്. ബുദ്ധിയുടെ അടിസ്ഥാനമാണ് പ്രദ്യുമ്നൻ എന്നാണ്. മനസ്സിന്റെയാണ് അനിരുദ്ധൻ എന്നാണ്. ഇങ്ങനെ 4. അപ്പൊ ഈ 4 ഭാവങ്ങളും അന്ധക്കരണം ആ ഈശ്വരാഭിമുഖമാക്കി തീർക്കുക, ഇങ്ങനെ ഭഗവാനെ ആരാധിച്ചിട്ട് പൂജാവിധിയിലൂടെ. അപ്പൊ പൂജ കൊണ്ട് എന്താ വേണ്ടത്? മനസ്സിനെ പൂർണ്ണമായിട്ട് ആ ശുദ്ധി വന്ന് ആ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇത് പൂർണ്ണമായിട്ട് ആ ഭഗവാനെ കൊണ്ട് നിറയുക, ഭഗവാനിൽ ഉറക്കുക. അതാണ് പൂജയുടെ തത്വം. അപ്പൊ ഈ വാസുദേവൻ, സംഘർഷണൻ ഇതൊക്കെ ശരിക്കും നമ്മുടെ ആ ചിത്തത്തില്, ഈ ചിത്തത്തിന്റെ ദേവത വാസുദേവൻ എന്നാണ്. ഈ ചിത്തത്തിന്റെ ദേവത വാസുദേവൻ എന്ന് പറഞ്ഞാൽ പൊതുവെയുള്ള അറിവ്. എല്ലാ ജീവികളുടെ ഉള്ളിലും ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, പിണചേരണം എന്നുള്ള ഒരു ഭാവം ഉണ്ടാവും. ഈ ടോട്ടലായിട്ടുള്ള ഈ അറിവിനെയാണ് ഇവിടെ വാസുദേവൻ എന്ന് പറയുക. പിന്നെ അത് കഴിഞ്ഞ് ആ സംഘർഷണൻ, അതായത് അഹങ്കാരം, പിന്നെ അതിൽ ആ ചിത്തത്തിൽ അഹങ്കാരം വിജൃംഭിച്ചിട്ട് ഇനി ഞാൻ എൻ്റെ എന്ന ഭാവത്തിലേക്ക് വരികയാണ്. അപ്പോഴാണ് അവിടെ ആ സംഘർഷണൻ അതായത് പൊതുവെ വിശാലമായിട്ടുള്ള ഭാവത്തിൽ നിന്ന് കുറച്ച് ചുരുങ്ങി വരികയാണ് ഇവിടെ ഈ സംഘർഷണൻ എന്ന ഭാവം വരുമ്പോൾ. ഈ സംഘർഷണ അഹങ്കാരം വരുമ്പോഴോ ഈ അഹങ്കാരത്തില് ഞാൻ എൻ്റെ എന്നുള്ള ഭാവം ശരിക്കും ഉറയ്ക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് ബുദ്ധി കൊണ്ട് എനിക്ക് വേണ്ടത് ഇന്നതൊക്കെ, ഇത് കിട്ടിയ എനിക്ക് സുഖാവും എന്നുള്ള ഭാവം, അതാണ് പ്രദ്യുമ്നൻ. ബുദ്ധിയിലാണ് ഈ ഭാവം. അതിൽ ഈ അഹങ്കാരവും ബുദ്ധിയും കൂടി പിന്നെ ചേർന്നിട്ടാണ് പ്രവർത്തിക്കുക. അപ്പോഴാണ് അവിടെ ആ പ്രദ്യുമ്നൻ ആ ബുദ്ധിയിൽ തോന്നുന്ന ഭാവങ്ങൾ. അത് കഴിഞ്ഞ് മനസ്സ്, അതാണ് അനിരുദ്ധൻ. പിന്നെ ആ മനസ്സിൽ ആ ഭാവം പ്രകടമായിട്ട് ഉറയ്ക്കലാണ്. അതിനെ രോധിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. ആ മനസ്സ് ആ ഭാവമായിട്ട് മാറുക. ഇങ്ങനെ ഈ 4 ഭാവത്തില് നമസ്തേ വാസുദേവായ നമസ്സംഘർഷണായ പ്രദ്യുമ്നായ അനിരുദ്ധായ തുഭ്യം ഭഗവതേ നമ. നാരായണായ ഋഷയേ പുരുഷായ മഹാത്മനെ വിശ്വേശ്വരായ വിശ്വായ സർവഭൂതാത്മനേ നമ. നാരായണ ഋഷിയായിട്ടുള്ള ഭഗവാന് നമസ്കാരം, മഹാത്മാവും പരമപുരുഷനുമായിട്ടുള്ള അവിടത്തേക്ക് നമസ്കാരം, സർവഭൂതങ്ങളുടെയും ആത്മാവായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം, വിശ്വത്തിന്റെ ഈശ്വരനും വിശ്വരൂപനുമായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം.
അപ്പൊ ഇവിടെ നമ്മുടെ ആ ഉള്ളിലുള്ള ആ ഭാവത്തെ ആ ലോകഭാവത്തിലേക്ക് കൊണ്ടുവരിക, ആ മനസ്സിനെ അത്രയും വിശാലമാക്കി തീർക്കുക. ആ ഉള്ളിലുള്ള ആത്മാവ് തന്നെയാണ് ലോകസ്വരൂപത്തില് വഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ആത്മാവിൽ നിന്നാണ് ചിത്തത്തിനും അഹങ്കാരത്തിനും ബുദ്ധിക്കും മനസ്സിനും ഒക്കെ പ്രവർത്തന ശേഷി കിട്ടുന്നത്. അപ്പൊ ഓരോന്നിലേക്ക് വരുമ്പോ ആത്മാവിന്റെ ഭാവത്തെ നമ്മൾ ലോപിപ്പിച്ച് അല്ലെങ്കിൽ ചുരുക്കി ഇങ്ങനെ മാറ്റുകയാണ്. അതിന് പകരം എന്ത് വേണം? എല്ലാറ്റിലും വഴങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏകനും എന്റെ ഉള്ളിൽ നിൽക്കുന്നതായിട്ടുള്ള ആത്മാവും തന്നെയാണ് എന്ന ഭാവത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇങ്ങനെ ഇതിദ്വാപര ഉർവീശാസ്തുവന്തി ജഗതീശ്വരം നാനാ തന്ത്രവിധാനേന കലാപി യഥാശൃണോ. ഇങ്ങനെ ആ ദ്വാപര യുഗത്തില് ജനങ്ങള് ജഗതീശ്വരനായിട്ടുള്ള ഭഗവാനെ ആരാധിക്കുകയാണ്. ആ പൂജാവിധികളിലൂടെ ആരാധിച്ചു വരികയാണ്. വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്ന 4 സ്വരൂപങ്ങളോടുകൂടി വളങ്ങണോ. അങ്ങനെയുള്ള ആ ഭഗവാൻ എല്ലാവരുടെയും ആത്മാവായിട്ട് വളങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ് ആ ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. ഇങ്ങനെയാണ് ദ്വാപര യുഗത്തില് ജഗതീശ്വരനായിട്ടുള്ള ഭഗവാനെ സ്തുതിക്കുന്നത് എന്നാണ്. അത് കഴിഞ്ഞ് കലികാലം വരികയാണ്. കലികാലത്ത് അവസ്ഥ എന്താണ്? ആ കലിയുഗത്തില് കൃഷ്ണവർണം ജിഷാകൃഷ്ണം സാങ്കോപാങ്കാസ്ത്രപാരിഷദം യജ്ഞൈ സങ്കീർത്തനപ്രായ യജന്തി ഹി സുമേധസ. കലിയുഗത്തില് ഭഗവാന് കൃഷ്ണവർണ്ണമാണ് എന്നാണ്. ഭഗവാന്റെ നിറം മാറി എന്നാണ്. ശരിക്ക് കലികാലത്തില് കൃഷ്ണവർണ്ണത്തിലുള്ളവനും കാന്തി പ്രഭാവം കൊണ്ട് ശോഭിക്കുന്നവനും ഹൃദയം മുതലായിട്ടുള്ള അംഗങ്ങള്, കൗസ്തുഭം മുതലായിട്ടുള്ള ഉപാംഗങ്ങള്, സുദർശനം മുതലായിട്ടുള്ള ആയുധങ്ങള്, നന്ദൻ, സുനന്ദൻ മുതലായിട്ടുള്ള പാരിഷദന്മാര് എന്നിവരോട് കൂടിയവനായിരിക്കും കലിയുഗത്തില് ആരാധിക്കപ്പെടുന്ന ഭഗവാൻ എന്നാണ്. അങ്ങനെ ആ കലിയുഗത്തില് ആളുകളുടെയൊക്കെ അവസ്ഥ എന്താണ്? ശരിക്ക് അതായത് ആ ദ്വാപര യുഗത്തില് ഈ കലിയുഗം ആരംഭിക്കുന്നതോട് കൂടിയിട്ട് സമ്പ്രദായത്തിന് മുഴുവൻ മാറ്റം വരുന്നതാണ്. നാമസങ്കീർത്തനമാണ് കലിയുഗത്തിലെ ആധ്യാത്മിക സംസ്കാരം. എങ്കിലും ശരീരധർമ്മങ്ങൾക്കാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കുക. ജ്ഞാനം, തപസ്, യജ്ഞം ഇവയൊക്കെ കേവലം ചുരുങ്ങും. ഉണ്ടെങ്കിലും അത് ദുഷിച്ച നിലയിലായിരിക്കും ചെയ്യുന്നത്. അത് നമുക്ക് എല്ലായിടത്തും നോക്കിയാലും കാണാൻ പറ്റുന്നതാണ്. പിന്നെ വർണ്ണാശ്രമധർമ്മങ്ങളെയോ സത്യം, അഹിംസ, ബ്രഹ്മചര്യം തുടങ്ങിയിട്ടുള്ള സാത്വിക ധർമ്മങ്ങളോ ഒന്നും തെറ്റുകൂടെ ആചരിക്കുന്നവരുണ്ടാകുകയില്ല എന്നാണ് കലിയുഗത്തില്. എങ്കിലും ആ ഭക്തി, ശ്രദ്ധ, വിശ്വാസത്തോട് കൂടിയിട്ടുള്ള നാമസങ്കീർത്തനം ഒന്നുകൊണ്ട് തന്നെ കലികാലത്ത് കൈവല്യത്തെ പ്രാപിക്കാൻ കഴിയുന്നതാണ്. പക്ഷെ അതിലും വേണ്ടത്ര ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവിടെ എത്താത്തത്. നമ്മൾ ശ്രദ്ധയുണ്ടാവാതിരിക്കത്തക്ക നിലയില് ശരീരധർമ്മം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കലിയുഗത്തില് ജനങ്ങളുടെയൊക്കെ ആ സംസ്കാരം, ജീവിത രീതി. അപ്പൊ ആ കലിയുഗത്തില് കലികാലത്ത് കീർത്തനങ്ങളായിട്ടുള്ള യജ്ഞങ്ങളെ കൊണ്ടായിരിക്കും ഭഗവാനെ ആരാധിക്കുക. കലികാലത്തില് കീർത്തന സമ്പ്രദായത്തെ ഇവിടെ പറയുന്നുണ്ട് എന്നാണ്. എന്താ കലികാലത്തിലെ കീർത്തന സമ്പ്രദായം? ധ്യേയം സദാ പരിഭവഗ്രം അഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചിനുതം ശരണ്യം വൃത്യാർത്തിഹം പ്രണതപാല ഭവാബുധിബോധം വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം. ആ ഭഗവാന്റെ പ്രഭാവം എന്താ? എല്ലാ സങ്കടങ്ങളെയും തീർക്കുന്നവരാണ്, സർവ്വ അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നതാണ്, മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാണ്, ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാര് പോലും ആശ്രയിക്കുന്നതും ഭക്തന്മാരുടെ ദുഃഖങ്ങളെ നശിപ്പിക്കുന്നതും ശരണാഗതന്മാരെ രക്ഷിക്കുന്നതും സംസാര സമുദ്രത്തെ കടക്കാനുള്ള സുരക്ഷിതമായിട്ടുള്ള തോണിയുമായിട്ടുള്ള അവിടുത്തെ പാദാരവിന്ദങ്ങളെ, മഹാപുരുഷനായിട്ടുള്ള ഭഗവാനെ ഞങ്ങൾ എപ്പോഴും ധ്യാനിക്കുന്നു എന്നാണ്. സുരേപ്സിത രാജ്യലക്ഷ്മിയും നിർമ്മിഷ്ട ആര്യവചസ യഥകാതരണ്യം മായാമൃഗം നെയ്ത യപ്സിതം അന്വധാവൽ വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം. ഒക്കെയാണ് അല്ലയോ മഹാപുരുഷനായിട്ടുള്ള ഭഗവാനെ. ഇവിടെ ആ ദേവന്മാര് പോലും ആഗ്രഹിക്കുന്ന സമർത്ഥമായിട്ടുള്ള ഐശ്വര്യത്തെ ഉപേക്ഷിച്ചിട്ടാണ് അവിടുന്ന് ശ്രീരാമാവതാരത്തില് അച്ഛന്റെ സത്യത്തെ പരിപാലിക്കാനായിട്ട് ദണ്ഡകാരണ്യത്തിലെ കല്ലിലും ഉള്ളിലും നടന്നത്. സീതാദേവിയുടെ അഭീഷ്ടം സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവിടുന്ന് മായാമൃഗമായിട്ട് വന്ന മാരീചന്റെ പിന്നാലെ ഓടിയത്. ത്യാഗമൂർത്തിയും പ്രേമമൂർത്തിയുമായിട്ടുള്ള അവിടുത്തെ പാദാരവിന്ദങ്ങളെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ഇങ്ങനെ ഈ രൂപത്തിലുള്ളവയാണ് കലികാലത്തിലെ കീർത്തനങ്ങൾ എന്നാണ്. ഇങ്ങനെ ഓരോ യുഗത്തിലും ഉള്ളവര് ശ്രേയസിനെ നൽകി അനുഗ്രഹിക്കുന്ന ഭഗവാനെ, ശ്രീഹരിയെ അതത് യുഗത്തിനനുസരിച്ചിട്ട് ആരാധിച്ചു വരുന്നു എന്നാണ്. കലിയുഗത്തില് ഭഗവാന്റെ ലീലകളുടെയും നാമങ്ങളുടെയും കീർത്തനം കൊണ്ട് തന്നെ ഏവം യുഗ കലിം സഭാജയൻ രാജ്യ ഗുണജ്ഞ സാരഭാഗിന എത്ര സങ്കീർത്തനേന ഇവ സർവ സാത്തോഭിലഭ്യതേ.
ഇപ്പോ ആ കലിയുഗത്തില് ഭഗവാന്റെ ലീലകളുടെയും നാമങ്ങളുടെയും കീർത്തനം കൊണ്ട് തന്നെ സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കും. അതുകൊണ്ട് വിവേകികൾ കലിയുഗത്തെ ബഹുമാനിക്കുകയാണ്. സംസാരത്തിൽ ചുറ്റിത്തിരിയുന്ന ജീവന്മാർക്ക് സംസാര വാസനകളെ നശിപ്പിച്ച് വളരെ വേഗത്തിൽ പരമശാന്തിയെ പ്രാപിക്കാൻ കഴിയുന്ന കാലാണ് കലിയുഗം അല്ലെ, ഭഗവാന്റെ കീർത്തനം കൊണ്ട്. അതുകൊണ്ട് കലിയുഗത്തിൽ മനുഷ്യരായിട്ട് ആ ജനിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായിട്ട് വേറൊരു നേട്ടവും ഇല്ല എന്നാണ് പൊതുവെ പറയുന്നത്. കൃതാതി യുഗങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ പോലും അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതു കാലം ജനിച്ചു കൊണ്ടിടുവാൻ ദേവന്മാര് പോലും ആഗ്രഹിക്കുന്നു കലിയുഗത്തില് ഭാരതഭൂമിയിൽ ഒരു മനുഷ്യജന്മം കിട്ടാൻ എന്നൊക്കെയാണ് പറയുക. അപ്പോ മറ്റു യുഗങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ കലിയുഗത്തിൽ ജനിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുകയാണ്. അതിന് കാരണം ഈശ്വര ശരണാഗതി അടഞ്ഞ ഭക്തന്മാര് കലിയുഗത്തിൽ ധാരാളം ഉണ്ടാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ദ്രാവിഡ ദേശത്ത് താമ്രപർണി, കൃതമാല, പയസ്വിനി, കാവേരി, പൃഥ്വിജി എന്നീ നദികളുടെ സമീപത്താണ് അധികം ഭക്തന്മാരുണ്ടാവുക. അവരോടുള്ള സത്സംഗം കൊണ്ടും ആ തീർത്ഥ നദികളുടെ ജലപാനം കൊണ്ടും വളരെ വേഗത്തിൽ ഭക്തി ഉണ്ടാവും. അങ്ങനെ സർവകർമ്മങ്ങളെയും ഉപേക്ഷിച്ച് സർവാത്മന ഭഗവാനെ ശരണം പ്രാപിച്ച ഭക്തന്മാര് വിധി നിഷേധങ്ങൾക്ക് പോലും അതീതന്മാരാണ്. എല്ലായ്പ്പോഴും ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ഭഗവത് സ്മരണയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് പിന്നെ വിധി നിഷേധങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് പഞ്ചയജ്ഞ ദേവതകളായിട്ടുള്ള ദേവന്മാര്, പിതൃക്കള്, ഋഷികള്, മനുഷ്യന്മാര്, ഭൂതങ്ങള് അവരോടൊന്നും കടപ്പാടില്ല. പഞ്ചയജ്ഞങ്ങളാകുന്ന ഹോമം, തർപ്പണം, സ്വാധ്യായം, അതിഥി സൽക്കാരം, ഭൂതബലി ഇതൊന്നും ചെയ്യണമെന്നില്ല. ഈശ്വര ശരണാഗതിയാണ് എല്ലാറ്റിനേക്കാളും ഉത്കൃഷ്ടമായിട്ടുള്ള ധർമ്മം. അതിനെയാണ് ഭാഗവത ധർമ്മം എന്ന് പറയുന്നത്. ഭാഗവത ധർമ്മത്തിൽ മറ്റു ധർമ്മങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ മറ്റു ചിന്തകളൊക്കെ അകറ്റി എപ്പോഴും ഈശ്വരനെ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന് അറിയാതെ വല്ല പാപവും സംഭവിച്ചാൽ തന്നെയും സദാ ഹൃദയത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ അതിനെ ഉടനെ നശിപ്പിക്കുന്നതാണ്. ഇങ്ങനെയാണ് ആ കരഭാജന യോഗീശ്വരൻ ഉപദേശത്തെ ഉപസംഹരിക്കുന്നത് എന്നാണ്. നാരദ മഹർഷി വസുദേവരോട് പറഞ്ഞു, വസുദേവ, അങ്ങ് ആ നവയോഗികളിൽ നിന്ന് ഭാഗവത ധർമ്മത്തെ കേട്ട് നിമി മഹാരാജാവ് കൃതാർത്ഥനായിട്ട് തീർന്നു. അവരെ ഭക്തിയോടുകൂടി പൂജിച്ചു നിമി മഹാരാജാവ്. അതിനുശേഷം ആ 9 യോഗികളും നിമി മഹാരാജാവിനെ അനുഗ്രഹിച്ചിട്ട് അവിടുന്ന് അന്തർധാനം ചെയ്യുകയാണ്. ആ നിമി മഹാരാജാവാണെച്ചാലോ ഭാഗവതധർമ്മങ്ങളെ ആചരിച്ചിട്ട് മുക്തനാവുകയും ചെയ്തു. വസുദേവ, അങ്ങയ്ക്കും ഈ ഭാഗവത ധർമാനുഷ്ഠാനത്തിലൂടെ നിസ്സംഗരായിട്ട് തീർന്ന് പരമശ്രേയസിനെ പ്രാപിക്കാൻ കഴിയും. അത് ആത്യന്തികം ക്ഷേമം അല്ലെ, നേരത്തെ ചോദിച്ച ചോദ്യം അതാണ്. അപ്പൊ ആ ക്ഷേമത്തെ പ്രാപിക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങയുടെയും ദേവകിയുടെയും പുത്രനായിട്ട് ഭഗവാൻ അവതരിച്ചത് കൊണ്ട് നിങ്ങളുടെ കീർത്തി ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. പുത്രസ്നേഹത്തിലൂടെ ഭഗവാനെ കാണുക, സ്പർശിക്കുക മുതലായിട്ടുള്ള പ്രവൃത്തികള് അതിലൂടെ നിങ്ങളുടെ ജീവിതം ശുദ്ധമായിട്ട് തീർന്നിരിക്കുന്നു. നോക്കൂ, എന്താ ഭഗവാന്റെ ഭാവം? വൈരേണയം നൃപതയ ശിശുപാല പൗണ്ഡസാജ്വാദയോ ഗതിവിലാസ വിലോകനാദ്യൈ ധ്യായന്ത ആകൃതയ ശയനാസനാഥോ തത്സാമ്യം ആപുര അനുരക്തധിയാമ്പുനക്കിം. ശിശുപാലൻ, പൗണ്ഡകൻ, സാല്വൻ അത് മുതലായവർക്ക് പോലും ശത്രുഭാവത്തിൽ സ്മരിച്ചുകൊണ്ട് മുക്തി പ്രാപിക്കാൻ കഴിഞ്ഞു അല്ലെ. അപ്പോ ശത്രുഭാവത്തിൽ സ്മരിച്ച് മുക്തി കിട്ടിയ സ്ഥിതിക്ക് സ്നേഹത്തോടുകൂടി എപ്പോഴും കൃഷ്ണനെ ഓർക്കുന്ന നിങ്ങൾക്ക് മുക്തി കിട്ടുന്ന പറയേണ്ട കാര്യമില്ല. അപ്പൊ ആ ഭഗവാനെ പുത്രഭാവത്തിൽ മാത്രം കാണരുത്, അതാ പറയാനുള്ളത് അല്ലേ. ആപത്തി ബുദ്ധിമകൃത കൃഷ്ണയെ സർവാത്മനീശ്വരെ മായാ മനുഷ്യഭാവേന കൂടൈശ്വര്യേ പരേവയെ. എല്ലാറ്റിനെയും അടിസ്ഥാനമായിട്ടുള്ള ഭഗവാൻ മായ കൊണ്ട് സ്വീകരിച്ച മനുഷ്യഭാവത്താൽ മറയപ്പെട്ട ഈശ്വരഭാവത്തോട് കൂടിയവനാണ് ആ കൃഷ്ണൻ. ആ കൃഷ്ണനെ അല്ലെ, അങ്ങയ്ക്കൊന്നും കൃഷ്ണനെ സർവാത്മന നിങ്ങളെ പുത്രഭാവത്തിൽ സ്നേഹിക്കുന്നുണ്ട്. നാഴികയ്ക്ക് 40 വട്ടം അച്ഛ 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 എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്നത് ആരാ? ആ ഋഷിമാര് പോലും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന, ആ യോഗികളെ തേടിക്കൊണ്ടിരിക്കുന്ന പാതാരവിന്ദങ്ങളോട് കൂടിയിട്ടുള്ള ഭഗവാനാണ്. ആ നിലയ്ക്ക് ആ ഭഗവാനെ നിങ്ങൾ അച്ഛ അച്ഛ എന്ന് ഭഗവാൻ വിളിക്കുന്നുണ്ട്. അത് മായ കൊണ്ട് മനുഷ്യഭാവം സ്വീകരിച്ചത് കൊണ്ട് വിളിക്കുന്നതാണ്. അതിൽ കുടുങ്ങാതെ നിങ്ങൾ ആ ഭഗവാനെ പുത്രഭാവത്തിൽ കാണാതെ എന്ത് വേണം? ബ്രഹ്മഭാവത്തില് കാണുക. അങ്ങനെ ആയാലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരമഗതി കിട്ടുമെന്ന് പറയുകയാണ്. ഒരിക്കലും പുത്രനാണ് എന്ന ഭാവത്തില് നിങ്ങൾ ചിന്തിക്കരുത്. ഭൂഭാരസുര രാജന്യഹന്തവേ ഗുപ്തയെ സദാം അവതീർണസ്യ നിർവൃത്തിയെ യശോലോകേ വിധന്യതേ. ഭൂമിക്ക് ഭാരഭൂതന്മാരായിരിക്കുന്ന അസുരന്മാരെ വധിക്കാനായിട്ട്, സജ്ജനങ്ങളെ രക്ഷിക്കാനായിട്ട് അവതരിച്ചിരിക്കുന്ന ആ ഭഗവാന്റെ കീർത്തി ഉറപ്പിക്കാനായി ഭഗവാൻ പലതര കർമ്മങ്ങളും ചെയ്തു. ഏതൊരാളാണോ ആ സൽകീർത്തികളെ കീർത്തിക്കുന്നത് അവന് അന്ധകരണ ശുദ്ധി ഉണ്ടാവും.
അതുകൊണ്ട് ഭക്തി വർദ്ധിച്ച് സംസാര ദുഃഖം മാറി ആനന്ദപ്രാപ്തി ഉണ്ടാകുമെന്ന് പറയാണ്. അപ്പോ ആ ഭൂമിക്ക് ഭാരഭൂതരായിട്ടുള്ള അസുരന്മാരെ സംഹരിക്കാനും സജ്ജനങ്ങളെ രക്ഷിക്കാനുമായിട്ട് അവതരിച്ച ഭഗവാന്റെ കീർത്തി ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് വസുദേവരെ ഉപദേശിച്ച് അനുഗ്രഹിച്ചതിന് ശേഷം നാരദ മഹർഷി അവിടുന്ന് യാത്ര പറഞ്ഞു പോവുകയാണ്. ആ ഭാഗവത ധർമ്മത്തെ അറിഞ്ഞ് ആചരിക്കാൻ കഴിഞ്ഞ വസുദേവനും ദേവകിയും അവരുടെ ശരീരാഭിമാനമാകുന്ന അജ്ഞാനത്തെ അകറ്റിയിട്ട് കൃതാർത്ഥരായിട്ട് തീരുകയും ചെയ്തു എന്നാണ്. ഏതക്ഷുത്വ മഹാഭാഗോ വസുദേവോതി വിസ്മിത ദേവകീജ മഹാഭാഗ ജഗതുർമോഹമാത്മന ഇതിഹാസം ഇമം പുണ്യം ധാരയേയ സമാഹിത സ വിദൂയേഹ ശമലം ബ്രഹ്മഭൂയായ കൽപ്പതേ. ഇങ്ങനെ അവര് അജ്ഞാനത്തെ അകറ്റി കൃതാർത്ഥരായി തീർന്നു എന്നാണ്. അവര് പരമഗതിയെ പ്രാപിക്കുകയാണ്. ഈ പുണ്യമായിട്ടുള്ള ഇതിഹാസത്തെ ശ്രദ്ധയോടു കൂടിയിട്ട് മനസ്സിലാക്കുന്ന ആള് മനസ്സിന്റെ മനോമാലിന്യത്തെ നശിപ്പിച്ച് ബ്രഹ്മപ്രാപ്തിക്ക് അർഹനായിട്ട് തീരും എന്ന് പറഞ്ഞിട്ടാണ് ഭാഗവത ധർമ്മങ്ങളെ കുറിച്ചുള്ള വർണ്ണന ശ്രീനാരദ മഹർഷി വസുദേവർക്ക് ഉപസംഹരിക്കുന്നത്. ഏതായാലും ആ കഴിഞ്ഞ ഈ ഇത്ര 3-4 ദിവസങ്ങളായിട്ട് നമ്മൾ ആ ഭാഗവത ധർമ്മങ്ങളെ കുറിച്ച് നമ്മുടെ കഴിവനുസരിച്ചിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ ഒറ്റ കാര്യം നമ്മൾ അതിൽ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കണ്ടു. സദാ സർവത്ര ഈശ്വര സ്മരണ നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്ത് ചെയ്യുമ്പോഴും എല്ലാം ഭഗവത് അർപ്പിതമായിട്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ ഭഗവത് സ്മരണം കൊണ്ട് തന്നെ നമുക്ക് പരമഗതിയെ പ്രാപിക്കാൻ കഴിയും. അതിന് കഴിയുമാറാക്കി തീർക്കട്ടെ ഭഗവാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സത്സംഗത്തെ ഭഗവത് പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. ഏതായാലും ഇന്നത്തെ യജ്ഞ സമർപ്പണം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടിയ ധന്യാത്മാവാണ് ലീന ഉത്രാടം. ബോംബെയിലുള്ളവരാണ്. അതായത് ഇന്ദിരാമാധവൻ കനകനഗർ തിരുവനന്തപുരം അവരുടെ മകളാണ് ഈ ലീന. അപ്പൊ അവരാണ് ഇന്നത്തെ യജ്ഞ സമർപ്പണം നടത്തി ഈ ഭഗവത് പ്രഭാവത്തെ അല്ലെങ്കിൽ ഭാഗവത ധർമ്മങ്ങളിലൂടെ ആ നവയോഗികള് നിമി മഹാരാജാവിന് കൊടുത്ത ഉപദേശത്തിലൂടെ ഭാഗവത ധർമ്മത്തെ എങ്ങനെ ആചരിച്ച് നമുക്കും ഈ ഗൃഹസ്ഥാശ്രമത്തിൽ അല്ലെങ്കിൽ നമ്മൾ വന്നുപെട്ട ഈ ലോകത്തിൽ നിന്ന് ആ ലോകത്തിലെ അനുഭവങ്ങളെ ഒക്കെ അതായത് ദുഃഖമില്ലാതായി സുഖ വേണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ ലോകത്തിലെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ജീവിതത്തിന്റെ ലക്ഷ്യം ദുഃഖമില്ലാണ്ടാവുക, സുഖം നേടുക എന്നുള്ളതാണ്. അത് ഏത് തരത്തിൽ നമുക്ക് ഈ ഭാഗവത ധർമ്മങ്ങളിലൂടെ സാധിക്കും എന്ന് നമുക്ക് അറിയാനായിക്കൊണ്ട് ഈ നിമി മഹാരാജാവും നവയോഗികളും തമ്മിലുള്ള സംവാദത്തിലൂടെ നമ്മൾ ശ്രമിച്ചു അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനൊരു സാഹചര്യം ഉണ്ടാക്കി തന്നത് ഏത് തരത്തിൽ ഭാഗവത ധർമ്മങ്ങളിലൂടെ മനുഷ്യ ജീവിതത്തെ ധന്യമാക്കി തീർക്കാം, ഇഹത്തിലും പരത്തിലും ശ്രേയസിനെ അനുഭവിക്കത്തക്ക വിധത്തിലാക്കി തീർക്കാം എന്ന് നമുക്ക് ഈ ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ യജ്ഞ സമർപ്പണം നടത്തിയിട്ടുള്ള ആളുകളുടെയൊക്കെ പ്രഭാവം കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ആ സന്മനസ് കൊണ്ടാണ്. അവര് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഈ യജ്ഞ സമർപ്പണം എന്ന മഹത് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ എത്രയെത്രയോ ആളുകള് ഈ സത്സംഗത്തിൽ പങ്കെടുത്ത് അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില് ഒരാൾക്കെങ്കിലും അത് അനുഭവ സ്വരൂപത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ ധന്യരായി എന്നാണ്. അതിന് കാരണക്കാരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ചും അവരുടെ ആ വംശത്തിന് തന്നെ അതിൻ്റെ ഒരു അനുഭവം. അപ്പോ ഈ യജ്ഞ സമർപ്പണം നടത്തി ഭഗവാൻ അനുഗ്രഹം നേടിയിട്ടുള്ള അവർക്ക് പൂർണ്ണമായിട്ട് ഈശ്വരാനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന ഓരോ ശ്രോതാക്കളും മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. മേലിലും ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ആ സമർപ്പണത്തിന് അവർക്ക് സന്മനസ്സും കഴിവും ഈശ്വരൻ കൊടുക്കട്ടെ. അവരുടെ ഏതൊരാഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടാണോ അവർ ഈ സമർപ്പണത്തിന് മുതിർന്നത്, അവരുടെ ആഗ്രഹം ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് മാത്രമല്ല ജീവിത ലക്ഷ്യത്തെ അനുഭവിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സത്സംഗത്തെ ഭഗവത് പാതാരവിന്ദങ്ങൾ സമർപ്പിക്കാം. കായേന വാചാ മനസ്സേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.